കേക്കാവോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേക്കാം. ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ മനീഷ ഏത് കാലഘട്ടത്തിലാണ് അവിടെ ജോലി ചെയ്തത്? ഞാൻ ജോലി അവിടെ കയറിയത് ജാനുവരി 26 ആ ഒരു അതായത് ലാസ്റ്റ് ജാനുവരി 29 ഞാൻ അവിടെ ജോയിൻ ചെയ്യാനായിട്ട് ചെന്നത് ഈ വർഷമല്ലേ? ട്രെയിനിങ്ങിന്. ഈ വർഷത്തെ അവരുടെ വീഡിയോ കണ്ടപ്പോൾ തന്നെയാണ് ഞാൻ പോയത്. അതിൽ ഫുഡ് ഫ്രീ, ഹോസ്റ്റൽ ഫ്രീ ഇതൊക്കെ തന്നെയായിരുന്നു പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് ഞാൻ അവിടെ പോയത്. അവിടെ പോയി അപ്പോൾ ഞാൻ പോയതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അവര് പറഞ്ഞ ഡേ അല്ല ഞാൻ പോയത്, ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടായിരുന്നു പോയത്. എനിക്ക് ചെറിയ അസൗകര്യം ഉണ്ടായിരുന്നു അങ്ങനെ പോകാനായിട്ട്. അപ്പൊ അന്ന് ഞാൻ ഒരു 3 മണിക്കാണ് അവിടെ ചെല്ലുന്നത്, ഒരു ഈവനിങ് ആട്ടെ. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു ഫുഡിന്റെ കാര്യമൊന്നും. ഞാൻ അങ്ങനെ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ആരോടും ചോദിച്ചതും ഇല്ല. പക്ഷെ ഞാൻ അവിടെ ചെന്ന് അന്ന് സാറിനെ കാണാൻ പറ്റിയില്ല. അന്ന് ഈവനിങ്. അപ്പൊ എന്നോട് പറഞ്ഞു ഹോസ്റ്റലിലുള്ള പിള്ളേരെ കൂടെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഫുഡില്ല എന്നുള്ളൊരു കാര്യം. പിന്നെ ആ ഹോസ്റ്റലില് ഞാൻ നിന്ന അവിടെ ഓഫർ കണ്ട് പോയതാണ്. ഫ്രീ ഫുഡിന്റെ ഓഫർ എന്നല്ല, അതും ഓക്കെ ആണ് എന്ന് അറിഞ്ഞിട്ടാണ് പോയത്. ഇപ്പൊ നമുക്ക് എങ്കിൽ പോലും നമ്മൾ അവിടെ നിൽക്കാൻ നോക്കും. കാര്യം നമുക്ക് ഇത്രയും നല്ല സാലറി തരയില്ലേ എന്നോർത്തിട്ട് നമ്മൾ നിൽക്കും. ആരായാലും നിന്ന് പോവും. പിന്നെ ഇതൊക്കെ ഞാൻ ഇവിടുന്ന് ചുമ്മാ അല്ല പോയത്, സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോയത്. അപ്പൊ എന്തായാലും ഈ സാധനങ്ങളെല്ലാം വാരിപ്പറക്കി കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് വീട്ടുകാരുടെ അടുത്ത് പറയാനൊരു ബുദ്ധിമുട്ട് കാണും. അത് ഞാൻ അന്ന് പറഞ്ഞില്ല, എനിക്ക് ഫുഡില്ല എന്നുള്ള കാര്യം. അതൊന്നും ഞാൻ വീട്ടുകാരുടെ അടുത്തൊന്നും ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ അവിടെ നിക്കാൻ നോക്കി. പിറ്റേന്ന് രാവിലെ അന്നൊന്നും ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. പിറ്റേന്ന് ഞാൻ അവിടെ ചെന്നു. പിറ്റേ ദിവസം അവിടെ എന്തായാലും പിള്ളേരുടെ കൂടെ ഞാനും പോയി. അവിടെ ചെന്ന് അന്നും സാറിനെ കാണാൻ പറ്റിയില്ല. എന്നിട്ട് ഹോസ്റ്റലിലോട്ടല്ലേ ചെന്നത്? അപ്പൊ ഹോസ്റ്റലിലാണ് ചെന്നത്. ഹോസ്റ്റല് ഞാൻ ഫസ്റ്റ് നിന്ന ഹോസ്റ്റൽ എന്ന് പറയുന്നത് അവിടുന്ന് കുറച്ച് നടക്കണം. അതായത് അടൂർ ജംഗ്ഷന്റെ അവിടെ ട്രെൻഡ്സിന്റെ അടുത്തായിട്ടൊക്കെയാണ്. എനിക്ക് കറക്റ്റ് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകും. എനിക്ക് കറക്റ്റ് സ്ഥലമൊന്നും പറഞ്ഞുതരാൻ അറിയില്ല. അതാണ്, അങ്ങനെയായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് അങ്ങനെ. അപ്പൊ അവിടെ നിന്ന് പോവുമായിരുന്നു. ഹോസ്റ്റൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ പല ഹോസ്റ്റലുകളിലും നിന്നിട്ടുണ്ട്. ഞാൻ ഇതുപോലൊരു ഹോസ്റ്റൽ ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അതൊരു വീടാണ്. വീട് എടുത്തിട്ടുള്ളതാണ്. ഇല്ല, CCTV ഒന്നുമില്ല. ഒരു TV ഇല്ല. പെൺകൊച്ചുങ്ങൾ മാത്രമല്ലേ ഉള്ളേ? പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു വാർഡനോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ അതും ഒരു ഉള്ള ഏരിയ, അകത്തോട്ടാ, ഉള്ളിലോട്ടുള്ള ഒരു വീടാണ്. എനിക്കറിയില്ല അത് മിക്കവാറും പുള്ളിയുടെ വാടകയ്ക്ക് എടുത്തിട്ടേക്കുന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അറിയത്തില്ല. അങ്ങനെ എങ്കിലും ഞാൻ കിടന്ന റൂമിലെന്ന് പറഞ്ഞാൽ ഫാൻ പോലും ഇല്ലായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, ഞാൻ സഹിക്കാൻ തയ്യാറായിരുന്നു. കുഴപ്പമില്ല എന്നുള്ള ഓർത്തിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞു നമ്മൾ അവിടെ പോയി അവിടെ ചെന്നപ്പോഴാണ് അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന്റെ ഈ വീഡിയോ കാണിക്കുന്ന ഭക്ഷണത്തിന് നമ്മൾ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ പക്ഷെ അന്ന് എന്റെ കയ്യിൽ ഞാൻ ചെന്ന ടൈമില് 50 പിന്നീട് 50 രൂപയായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അത് 70 ഞാൻ അറിഞ്ഞായിരുന്നു. അത് പിന്നീട് പറഞ്ഞു, വേറെ കുട്ടികൾ പറഞ്ഞു പപ്പടമൊക്കെ ആഡ് ചെയ്തിട്ട് 70 രൂപയായെന്ന് അറിഞ്ഞായിരുന്നു. അതൊക്കെ പോട്ടെ, അതൊന്നും അല്ല പ്രശ്നം. പക്ഷെ ഫുഡ് ഫ്രീ അല്ല എന്ന് ഞാൻ അറിഞ്ഞു. അത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ആരും അങ്ങനെ ഒന്നും തുറന്നൊന്നും പറയത്തില്ല. അവിടെ നിൽക്കുന്ന പിള്ളേരായാലും ഓപ്പൺ ആയിട്ട് പറയത്തില്ല. മിക്കവാറും അവരുടെ അടുത്തൊക്കെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, പറയരുതെന്നോ അങ്ങനെ എന്തോ അറിയത്തില്ല. എന്തായാലും അവിടെ നിന്നു. എന്തായാലും പോട്ടെ, കുഴപ്പമില്ല. പിന്നെ അവരുടെ രീതികളും ഈ ഫൈനുകളും അതും ഇതൊക്കെ കേട്ടാൽ നമുക്ക് അവിടെ നിൽക്കാനും തോന്നത്തില്ല. എങ്കിലും പോട്ടെ എന്ന് വെച്ച് ഞാൻ നിന്നു. ഞാനെന്നല്ല, ആരായാലും അങ്ങനെ നിന്ന് പോവുള്ളൂ. അങ്ങനെ നമ്മൾ നിന്ന് നോക്കി. അത് കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞു. ഇല്ല, രണ്ടാമത്തെ ദിവസം ഫുഡ് അവിടുന്ന് ഫുഡ് മേടിക്കണം. അവിടുന്ന് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം നമ്മൾ മേടിച്ച് കഴിക്കണം. അത് പൈസ കൊടുത്ത് അപ്പോൾ തന്നെ കഴിച്ചു തീർന്ന ഉടനെ. കമ്പൽസറി ആണെന്ന് പറഞ്ഞാൽ ഇപ്പൊ അന്നൊരു ദിവസം ഇപ്പൊ എനിക്കിപ്പോ അവിടെ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഭക്ഷണം വേണ്ട, ഈ 50 രൂപ കൊടുത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ പിറ്റേന്ന് ഞാൻ 50 രൂപയും കൊണ്ടുവന്ന് അവിടെ നിന്ന് അവര് ഫുഡ് തരത്തില്ല. അതാണ് അവിടുത്തെ നിയമം എന്നാണ് അവിടുത്തെ കുട്ടി പറഞ്ഞത്.
അവിടുത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഈ ഫൈനൊക്കെ മേടിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ കുട്ടി പറയുന്നതെന്ന് പറഞ്ഞാൽ അന്ന് അവിടെ നിന്ന് മേടിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് പിന്നെ മേടിക്കാൻ പറ്റൂലെന്നാണ് പറയുന്നത്. അതൊക്കെയാണ് അവിടുത്തെ നിയമങ്ങള്. എന്നാൽ ആയിക്കോട്ടെ പോട്ട്, കുഴപ്പമില്ല. അങ്ങനെ അങ്ങനെ പോയി. അങ്ങനെ പോയിട്ട് പിന്നെ ആ ആ ടൈമിലായിരുന്നു ഈ ശ്രീലക്ഷ്മിയുടെ ഒക്കെ കേസ് വന്നത്. ഒരു കുട്ടീനെ അടിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നു ആ കേസ്. അപ്പൊ അന്ന് അവിടെ നിന്ന് ഇറങ്ങി പോരാനായിട്ട് തോന്നിയതാ. ഞാനും എന്റെ ഒരു ഫ്രണ്ടും തീരുമാനിച്ചത് അവിടെ നിന്ന് ഇറങ്ങാം. പക്ഷെ എന്തുവാണ് സംഭവം നടക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ട്? ഉണ്ട്. ഞാൻ ലൈവായിട്ട് കണ്ടു നിന്ന യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആ കുട്ടി ട്രെയിനിങ്ങിന് കയറിയിട്ട് 2ാമത്തെ ദിവസമായിരുന്നു. ആ കുട്ടി അവര് ഒരു 2, 3, 5 പേരുണ്ടായിരുന്നു. ആ പ്രാവശ്യം ഇന്റർവ്യൂന്ന് എടുത്ത 5 പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും പേരും ഒന്നുമില്ല, 5 പേരായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ 5 പേരും അന്നും ഉണ്ടായിരുന്നു പിറ്റേന്ന്. അപ്പൊ പിറ്റേന്ന് ഉച്ചയ്ക്ക് ശേഷം എന്തോ ഈ കുട്ടിയുടെ അടുത്ത് അവരെന്തോ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ വാക്കുതർക്കം ആയതാണ്. വാക്കുതർക്കം ആയപ്പോഴത്തേക്ക് ഈ കുട്ടി പറഞ്ഞു ഇത് ഫുഡ് ഫ്രീ, അത് ഫ്രീ, ഇത് ഫ്രീ ആണെന്ന് പറഞ്ഞ് ആളിനെ വരുത്തിയിട്ട് ഇതെന്തോന്ന് ഇവിടെ കാണിക്കുന്ന അങ്ങനത്തെ ഒരു രീതിയിൽ ആ കുട്ടി സംസാരിച്ചു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവര് പറഞ്ഞു നിനക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു, ഇത് വിട്ടു പോവാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ആ ടൈമിൽ അവിടെ നിന്ന് ഇറങ്ങിയ ടൈമിൽ ആ കുട്ടി ഡോറ് അടച്ചതാണ്. ഡോർ അടച്ചപ്പോൾ നല്ല ഉച്ചത്തിലാണ് സൗണ്ട് കേട്ടത്. അപ്പൊ ഞാൻ ഈ ഡോറിന്റെ അടുത്ത് ഞാനും ഉണ്ടായിരുന്നു. ഞാൻ അപ്പോഴത്തേക്ക് ബില്ല് ചെയ്യാനായിട്ട് വന്ന് നിൽക്കായിരുന്നു. അപ്പോഴും അങ്ങനെ നിന്ന ടൈമിലാണ് അപ്പൊ ഈ കുട്ടീനെ ഡോർ അടച്ചപ്പോഴത്തേക്ക് ഇവിടെ ഇരുന്ന ഒരു എക്സിക്യൂട്ടീവ് ആ കുട്ടീനെ ഒരു വാക്ക് പറഞ്ഞു, ഒരു ചീത്ത വാക്ക് പറഞ്ഞു. അപ്പോഴ് ആ ചീത്ത വാക്ക് കേട്ടപ്പോ ആ കുട്ടി എന്തോ ആ കുട്ടിയുടെ നീ പോയി അത് നിന്റെ വീട്ടിലുള്ളവരുടെ അടുത്ത് പറഞ്ഞാൽ മതിയടി എന്ന് പറഞ്ഞ് ആ കുട്ടി പറഞ്ഞു. ഈ അടി കിട്ടിയെന്ന് പറഞ്ഞ കുട്ടി. അങ്ങനെ അത് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തള്ളായി, അടിയായി. അങ്ങനെയാണ് അവിടെ അടി നടന്നത്. അങ്ങനെ ഈ കുട്ടീനെ ഈ ബാക്കിയുള്ള പിള്ളേരെല്ലാം കൂടെ ചെന്ന് ചേർന്ന് അടി കൊടുത്തു. അതായത് ഈ മുൻ സ്റ്റാഫുകളെല്ലാം കൂടെ ചേർന്ന് സ്റ്റാഫുകൾ കുറച്ചല്ല ഒട്ടുമിക്കുള്ള പിള്ളേരുകളും ചേർന്ന് അടിക്കുകയാണ് ചെയ്തത്. അതായിരുന്നു അന്നത്തെ കേസ്. അങ്ങനെ അങ്ങനെയാണ് ആ അടി പ്രശ്നം ഉണ്ടായത്. ഞാനും സാക്ഷി തന്നെയായിരുന്നു. എന്നിട്ട് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ കേസായി. പിന്നെ അന്ന് കേസായിട്ട് അങ്ങ് പോവുകയാ ചെയ്തത്. ഒരു സെക്കൻഡ്. എല്ലാരും വെയിറ്റ് ചെയ്യുക, ഇവിടെ കൊച്ചു കരയുന്നുണ്ട്. അപ്പൊ അതിന് അടിയുടെ പ്രശ്നം എല്ലാവർക്കും മനസ്സിലായല്ലേ? അവിടെ ഒരു ചീത്ത വിളിയിൽ നിന്നാണ് അടി തുടങ്ങിയത്. അതുകൊണ്ടാണ് അടിയൊക്കെ കിട്ടിയത്. അങ്ങനെയായിരുന്നു അന്ന് അവിടെ അടി ഉണ്ടായത്. അടി മീൻസ് അത്ര ഒരു വലിയൊരു അടിയുടെ ആവശ്യമൊന്നും അവിടെ ഇല്ലായിരുന്നു. എന്നിട്ടായിരുന്നു അവിടെ ഇത്രയും ഒരു അടി നടന്നത്. ആ കുട്ടി നന്നായിട്ട് അടിച്ചു, നല്ല വൃത്തിയായിട്ട് അടിച്ചു. അതിന്റെ പേരിൽ തന്നെയാണ് അപ്പോഴും തന്നെ പിങ്ക് പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇവര് ഒത്തുതീർപ്പ് സംസാരിക്കുക അങ്ങനെയൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവര് കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. അവര് തന്നെയാണ് കേസ് കൊടുത്തതും. പിന്നെ അതിന്റെ പിറ്റേന്ന് ഈ അച്ചു മാഡം എന്ന് പറഞ്ഞ അവര് വന്നിട്ട് പറഞ്ഞു എന്താണ് ഏതൊക്കെ വക്കീലിനൊക്കെ കൊണ്ട് കേസൊക്കെ ആക്കി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു പൈസ കൊടുത്ത് ഒതുക്കി എന്നാണ് പറഞ്ഞത്. നമ്മുടെ അടുത്ത് ലൈവായിട്ട് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പൈസ ഇത്ര ഇറങ്ങിയ കുഴപ്പമില്ല, എനിക്കിപ്പോ അത് ചെയ്തല്ലേ പറ്റൂ, എനിക്ക് എന്റെ കമ്പനിയുടെ ഇത് രക്ഷിച്ചല്ലേ പറ്റൂ, അതുകൊണ്ട് പൈസ കൊടുത്ത് ഇറങ്ങിയെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോഴും നമുക്ക് അവിടുത്തെ പശ്ചാത്തലം എങ്ങനെയാണെന്ന് മനസ്സിലായി. അങ്ങനെ ആ ഒരു രീതിയാണെന്ന് മനസ്സിലായി. പിന്നെ അതിന് മുന്നും കേസ് ഉണ്ടായിരുന്നെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, അടി കേസുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. അതാണ്. അപ്പോഴും ഇതൊന്നും എനിക്കിപ്പോ എന്റെ വീട്ടുകാരുടെ അടുത്തൊക്കെ ഇതൊക്കെ അങ്ങനെ പറയാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ ന്യൂസൊക്കെ കണ്ടപ്പോ ഇവിടെ നിന്ന് വീട്ടിൽ നിന്നൊക്കെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പ്രശ്നം. അപ്പോഴേ നമ്മള് അവിടെ നിക്കണം എന്നുള്ളതുകൊണ്ട് വേറൊന്നും അങ്ങനെയൊന്നും പറയില്ല. അത് ഇങ്ങനെ ചുമ്മാ അവര് കൊണ്ട് കേസ് കൊടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് നിൽക്കുക ചെയ്തത്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞു. എന്നിട്ടാണ് പറയുന്നത്. അപ്പൊ എന്റെ അടുത്ത് ആദ്യമേ ഇന്റർവ്യൂവിന് കയറിയ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഫോൺ തരും, നമ്മുടെ സാലറിന്ന് കട്ട് ചെയ്യുമെന്നാ പറഞ്ഞത്.
സാലറിന്ന് കട്ട് ചെയ്യുമെന്ന് ഓർത്തിട്ട് അതായത് അപ്പോഴും നമ്മൾ വിചാരിച്ചു ഓക്കെ ഫോൺ അവര് ആദ്യമേ തരും. അവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഒരു ഫോണുണ്ട് മാസത്തെ പലരും. ആ പൈസ കൊടുക്കാൻ നേരത്ത്, അല്ല നിങ്ങൾ കമ്മീഷൻ കിട്ടുമ്പോഴത്തേക്ക് സാലറി നിങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്ക് പൈസ അതൊന്ന് കട്ട് ചെയ്യും, ആ രീതിയിലാണ് തരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതും എന്റെ അടുത്ത് ഓക്കെ ആണോന്ന് അന്ന് സാറ് ചോദിച്ചു. ഞാൻ ഓക്കെ ആണ്, അത് ഇന്റർവ്യൂ ചെയ്ത ആ ടൈമിലാണ് പറഞ്ഞത്. അങ്ങനെ അപ്പോഴ് ഇത് കണക്ക് എന്തുവാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാനും എന്റെ കൂട്ടുകാരികളായാലും എല്ലാരും നമ്മളത് പ്രതീക്ഷിച്ചായിരുന്നത്. അപ്പോഴാണ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ആ ടൈമിലാണ് പറയുന്നത് എന്തുവാണ് ഫോൺ നമ്മൾ മേടിക്കണം. അതായത് മേടിക്കണം എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് 15 ദിവസം ഉണ്ടായിരുന്നു. ഇതിൽ 2 ദിവസം ട്രെയിനിങ് ആയിട്ട് കൂട്ടിയിട്ടില്ല. സാറിനെ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു ആദ്യം ചെന്ന 2 ദിവസം. അപ്പൊ അതുകൊണ്ട് അത് ട്രെയിനിങ് ആയിട്ട് കൂട്ടത്തില്ല. വീണ്ടും 2 ദിവസം ട്രെയിനിങ്ങിന്റെ ടൈമിന്റെ അകത്ത് നിങ്ങൾക്ക് പൈസ ഇല്ല. ട്രെയിനിങ്ങിന്റെ ടൈമിന്റെ പൈസ ഇല്ല. നമ്മള് ജോലിയെല്ലാം അവര് ചെയ്യുന്ന അതായത് എനിക്കിപ്പോ തരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു വേറൊരു കുട്ടി നേരത്തെ അവിടെ പോയ ഏതെങ്കിലും കുട്ടിയുടെ ഇതായിരിക്കും, ഫോണായിരിക്കും തരുന്നത്. ആ ഫോണിൽ നമ്മൾ അവിടെ അങ്ങനെ ചെയ്തിട്ട് എന്തുവാണ് കറക്റ്റ് അവര് ചെയ്യുന്ന എന്ത് ജോലിയാണ് അത് തന്നെയാണ് നമ്മളും ചെയ്തത്. അവിടെ നല്ലൊരു ഇത് തന്നെയായിരുന്നു നമുക്ക് എന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലാവും നല്ല രീതിയിൽ. അങ്ങനെ തന്നെയാണ് ചെയ്തത്. എന്നിട്ടാണ് പറയുന്നത് ഫോണിൻ്റെത് നമ്മള് അവിടെ നിന്ന് പൈസ കൊടുത്ത് മേടിക്കണം, 10,000 രൂപ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണമെന്ന്. അപ്പോഴാണ് പറയുന്നത് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് അതായത് ട്രെയിനിങ് തീർന്ന ടൈം ഉണ്ടല്ലോ അപ്പോഴാണ് പറയുന്നത്. ഇതിന്റെ അകത്ത് കുറെ ആൾക്കാരൊക്കെ ഇപ്പോഴും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. ഇതിന്റെ അകത്ത് ഒരാൾ എഴുതി ചോദിക്കും എന്താണ് നിങ്ങൾക്ക് അവിടെ ജോലി എന്നുള്ളത്, അതൊന്ന് പറയാൻ പറ്റുമോ? നമുക്ക് അവിടെ ജോലി എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോ ഇതുപോലെ വാട്സപ്പിൽ ഒരു വീഡിയോ ഇടും ഇവര്. ആ ഒരു 11 മണി ആ ടൈം ആകുമ്പോഴാണ് ഫസ്റ്റ് വീഡിയോ ഇടുന്നത്. ഇപ്പോഴാണ് അങ്ങനെ ടൈം ഷെഡ്യൂളൊക്കെ, നേരത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അവര് ഇപ്പൊ ഒന്ന് തീർന്നിട്ട് ചിലപ്പോ അന്ന് ചിലപ്പോ 2 വീഡിയോ ഇടും, ചിലപ്പോ ഒരു വീഡിയോ കാണുള്ളൂ, അങ്ങനെ ആയിരിക്കും. പ്രോഡക്റ്റിന്റെ വീഡിയോ ഇടും. അപ്പോഴ് ഇവർക്ക് ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട് വാട്സപ്പില്. അപ്പൊ അതില് ഓൾറെഡി ഇതങ്ങ് ഷെയർ ചെയ്യുന്നത് നമുക്കിപ്പോ അതായത് ഇവര് ഇതിലിടുമ്പോ യൂട്യൂബിൽ ഇടുമ്പോഴത്തേക്ക് അതിന്റെ ലിങ്ക് എടുത്ത് ഇതിലോട്ട് അയക്കണം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ആ ലിങ്ക് അയച്ച് അവരിത് കാണുന്ന കസ്റ്റമേഴ്സ് ഇതിന് എൻക്വയറി ചെയ്തു തുടങ്ങുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന അടുക്കി വെച്ചേക്കും ടേബിളില്. ആ അടുക്കി വെച്ചേക്കുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യണം. അതായത് നമ്മൾ ക്യൂ ആയിട്ട് നിന്ന് എടുത്തിട്ട് അതെടുത്ത് നമ്മുടെ ഓർഡർ കൺഫേം ചെയ്ത് അവരെ കൊണ്ട് ബില്ല് ചെയ്യിപ്പിച്ചിട്ട് ആണ് പിന്നെ ഈ ഇത് പാക്കിങ്ങും ട്രാക്കിങ്ങും പിന്നെ കൊറിയറിന്റെ ഇത് പേപ്പറൊക്കെ ഫില്ല് ചെയ്യണം. അപ്പൊ അതൊക്കെ ചെയ്യണം. ഇതാണ് ഇത് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങേണ്ടത്. ഇത് അവര് പറയുന്ന ഈ ഒരു 3 മണിക്കൂർ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. അത് ഒന്നാമത്തെ കാര്യം. ചിലപ്പോ അവിടെ ഒരു 7 മണി 8 മണിക്ക് നിന്നാലും തീരത്തില്ല. അതാണ് അവിടുത്തെ ജോലി എന്ന് പറയുന്നത്. അവര് 3 മണിക്കൂർ ജോലി, ബാക്കി ടൈം എൻജോയ്മെന്റ് എന്ന് പറയുന്നത് പുള്ളിക്കാരനാണ്. അല്ല അവിടെയുള്ള അവർക്ക് 2 പേർക്കും എൻജോയ്മെന്റ് ആയിരിക്കും. ആണ് അങ്ങനെ തന്നെയാണ്. അതായത് 3 മണിക്കൂർ കൊണ്ട് അവര് മറ്റേ റീൽ എടുത്ത് കഴിയും അതിനുശേഷം എൻജോയ്മെന്റ് ആണ്. അവര് റീൽ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മള് ഇവിടെ പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് ബില്ലൊക്കെ ചെയ്തിട്ടിരിക്കുന്ന ടൈമിലാണ് മേളിൽ പോയി അവർ വീഡിയോ എടുക്കുന്നത്. അതായത് പിറ്റേന്നേക്കുള്ള വീഡിയോ അല്ലെങ്കിൽ തലേ ദിവസത്തേക്കോ അങ്ങനെയുള്ള വീഡിയോകൾ അങ്ങനെ എടുക്കുന്ന അങ്ങനെ ആ ടൈമിലാണ്. അങ്ങനെയാണ് സംഭവം. ഞാൻ പിന്നെ കുറെ പേരുടെ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ കുറച്ച് ശിങ്കിടികളുണ്ട്. ഇവരെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഉണ്ട്. ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവർക്ക് വേണമെന്നുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണമെന്നുള്ള ആൾക്കാരെടുത്ത് അവരും അതുപോലെ തന്നെ സോപ്പിട്ട് നിൽക്കുന്ന പറയുന്ന രീതിയിൽ ആ ഒരു അവരാണ് നിങ്ങളെ യഥാർത്ഥമായിട്ട് നോക്കുന്നത്. നിങ്ങൾക്ക് ഈ ഫൈൻ നമ്മുടെ ഫൈൻ അടപ്പിക്കുന്നതായാലും അതായത് എനിക്കന്ന് ഒരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ഒരു കുട്ടിയാണ്. ആ കുട്ടി അവിടുത്തെ സൂപ്പർവൈസറിനായിട്ട് നിന്ന ഒരു കുട്ടിയായിരുന്നു, സെലക്ട് ആയ കുട്ടിയായിരുന്നു. ആ കുട്ടിയെ കുറിച്ച് അതായത് ആ കുട്ടി അവിടെ വേറൊരു സൂപ്പർവൈസറും ഉണ്ട്. അപ്പൊ ആ കുട്ടി ഇങ്ങനെ ചെന്നിട്ട് അച്ചു മാമിന്റെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞു, എന്താണ് ഈ കുട്ടിക്ക് ആണെങ്കിൽ ജോലി ചെയ്യാനൊന്നും താല്പര്യമില്ല, എനിക്ക് എന്തോ ഒരു ഇഷ്യൂ ആ കുട്ടി അല്ലാണ്ട് ഒരു സംശയം മുഖേന ചോദിച്ചതാണ്. ആ മറ്റേ കൊച്ച് എന്നിട്ട് മാഡത്തിനോട് പറഞ്ഞു ആ കുട്ടിക്ക് ജോലി ചെയ്യാനൊന്നും താല്പര്യമില്ല അങ്ങനെയാണെന്ന് പറഞ്ഞു. ആ കുട്ടിയെ രാത്രി വിളിച്ച്, അതായത് അങ്ങനെ ഒരു രീതി, അതായത് അവർക്ക് മുകളിൽ ആരും വരരുത് എന്നുള്ള രീതി വെച്ചിട്ട് എന്നിട്ട് പക്ഷെ അച്ചു മാഡം അത് ഒന്നും ചോദിക്കാണ്ട്
വിളിച്ച് നല്ല രീതിയിലാണ് ഷൗട്ട് ചെയ്തത്. ആ കുട്ടിയോട് സംസാരിച്ച ആ കുട്ടി എന്റെ കൂടെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഹോസ്റ്റൽ മാറി, വേറെ പുളിക്കൽ എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലിലോട്ട് ആയപ്പോഴത്തേക്ക് ആ കുട്ടി പിന്നെ ഞാനായിട്ട് കോണ്ടാക്ട് ഇല്ല. അതുവരെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് അതൊക്കെ പോട്ടെന്ന് വെക്കാം. എന്നിട്ട് ഈ ഫോണിന്റെ കാര്യത്തിലാണ് എനിക്ക് വന്ന ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഫോണിന്റെ കാര്യമാണ്. ടൈം ആയപ്പോഴത്തേക്കാണ് പറയുന്നത് നമ്മള് പൈസ കൊടുത്ത് മേടിക്കണം. അങ്ങനെ ഞാൻ ഓക്കെ, ഈ 10,000 രൂപ എന്തായാലും എടുക്കാനില്ല എന്നൊക്കെ അപ്പോഴാണ് പറഞ്ഞതെങ്കിൽ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഫോൺ മേടിക്കുക എന്ന് പറഞ്ഞു. ഫോൺ നിങ്ങൾക്ക് മേടിച്ചോണ്ട് വരാം, പക്ഷെ ആ ഫോൺ അവിടെ തന്നെ കൊടുക്കണം, അവിടുന്ന് തരില്ല എന്നാണ് പറഞ്ഞത്. അവിടെ കൊടുക്കണം. ഒന്നുകിൽ അവിടെ നിന്നുള്ള ഫോൺ നിങ്ങൾ 10,000 രൂപയ്ക്ക് മേടിക്കണം, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഫോൺ അവിടെ 10,000 രൂപയ്ക്ക് മേടിക്കണം. എന്നിട്ട് ആ ഫോൺ അവിടെ കൊടുക്കണം. അയാൾ ആ ഫോണ് വീണ്ടും അടുത്ത ആള് വരുന്നവർക്ക് വീണ്ടും 10,000 രൂപയ്ക്ക് വിൽക്കും. എന്നിട്ട് പറയും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ 10,000 രൂപ കൊടുത്ത് ബിസിനസ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, 10,000 രൂപ കൊടുത്ത് ഇവിടെ നിന്ന് മേടിച്ചാൽ ഇതിൽ ഒരുപാട് കോണ്ടാക്റ്റുകളും ഉണ്ട്. കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഈ പർച്ചേസ് ചെയ്യുന്നവരുടെ കോണ്ടാക്ട്സ് ഉണ്ടല്ലോ നേരത്തെ ഉള്ള ആ കുട്ടിയുടെ. അപ്പൊ അതും കൂടെ കിട്ടും, അതും കൂടെ ഒക്കെ ചിന്തിച്ച് വേണം ചെയ്യാൻ. അതുകൊണ്ട് ഇവിടുന്ന് 10,000 രൂപ കൊടുത്ത് ഫോൺ മേടിക്കുന്നതായിരിക്കും ബെറ്റർ എന്നൊക്കെ നമുക്ക് എടുത്തൊക്കെ വന്ന് ഓരോന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അത് പറഞ്ഞപ്പോ എനിക്ക് എന്തായാലും 10,000 രൂപ കൊടുത്ത് ഫോൺ മേടിക്കയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു EMI എടുത്ത് ഫോൺ എടുത്തു. EMI ഇട്ട് ഫോണൊക്കെ എടുത്തിട്ട് ഞാൻ വീണ്ടും നമ്മൾ പോയി അങ്ങോട്ട്, ഞാനും അവളും കൂടെ. എന്തും വരട്ടെന്ന് വിചാരിച്ചിട്ടാ അവിടെ കൊടുക്കണം, അവിടെ കൊടുക്കണമെന്ന് തന്നെയാണ്. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഒരു മാസത്തെ പൈസ അല്ലെങ്കിൽ നമുക്ക് മാസം തോറും ഇത്രയല്ലേ ആവുന്നുള്ളൂ, EMI അടയ്ക്കാമല്ലോ, ചെറിയൊരു എമൗണ്ട് അല്ലേ ഉള്ളൂ, മാസം തോറും സാലറി കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വീണ്ടും ചെല്ലുന്നത്. ചെന്നപ്പോഴാണ് നമ്മൾ ഹോസ്റ്റലിൽ ചെന്നിട്ടാണ് അവിടെ പോവാനായിട്ട് ജോയിൻ ചെയ്യാനായിട്ട്, അതായത് രാവിലെ പോയിട്ട് അവിടെ ചെന്ന് ജോയിൻ ചെയ്യാന്നുള്ള രീതിയിൽ ഹോസ്റ്റലിൽ ചെന്നപ്പോഴാണ് നമുക്ക് മുന്നേ കയറിയ കുട്ടികളുടെയൊക്കെ ചെക്കുകളൊക്കെ കണ്ടത്. അങ്ങനെ നമ്മൾ കണ്ണു നിറഞ്ഞ് അവിടെ നിന്ന് ഹോസ്റ്റലിൽ ഇരുന്ന സാധനം എടുത്തോണ്ട് നമ്മൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു അവിടെ നിന്ന്. ഇതാ സംഭവം. എനിക്കുണ്ടായ അനുഭവം ഇതാണ്. ഞാൻ ആ കുട്ടിയുടെ ചെക്ക് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ കരഞ്ഞുപോയി. ആ കുട്ടി പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ 2,000 രൂപ അവൾക്ക് കിട്ടിയ സാലറി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവൾക്ക് അവിടെ പറ്റില്ല, അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോഴ് സാറ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ കുട്ടി ഇതാണ് പഠിച്ചത്, എന്തോ BBA എന്തോ കോഴ്സാണ്, ബാംഗ്ലൂർ അങ്ങോട്ട് നിന്നാണ് പഠിച്ചത്. കുട്ടിയുടെ അച്ഛൻ അമ്മയും കടമെടുത്ത് പഠിപ്പിച്ചതാണ്, അല്ലാണ്ട് അവരെ കൈ കൊണ്ടാഞ്ഞിട്ട് എടുത്തതല്ല. എന്നിട്ട് സാറ് പുള്ളിക്കാരിയോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ നിനക്കൊക്കെ എന്തുവാണ് ലക്ഷങ്ങൾ മുടക്കി പുറത്തു പോയി പഠിക്കാനായിട്ട് പണമുണ്ട്, എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് അയച്ചു തരാനാണോ പണം ഇല്ലാത്ത വീട്ടുകാർക്ക്. ഇങ്ങനെയാണ് അവര് പറഞ്ഞത്. പൈസ വീട്ടുകാർ കൊടുക്കണം. അതായത് ജോലിക്ക് നമ്മൾ അവിടെ നിക്കുമ്പോ ഇപ്പൊ ഒരു 5,000 രൂപയാണ് ഇത് കിട്ടിയെന്ന് വെച്ചോ, ഒരാൾക്ക് സാലറി കിട്ടിയത് 5,000 രൂപയാണെങ്കിൽ അവിടെ തന്നെ ഉണ്ട് 5,500 രൂപ നമുക്ക് ഹോസ്റ്റലിൽ ഫുഡുമായിട്ട്, ഒരു നേരത്തെ ഫുഡും ഹോസ്റ്റലിന്റെയും കൂടെ ഫീ ആയിട്ട് ഇത്രയും പൈസ, അതായത് 2,500 ഒരു നേരത്തെ ഫുഡിന് 1,600 രൂപ വരും. 1,600 രൂപ വരും ഒരു നേരത്തെ. 1,600. പിന്നെ 2,500 രൂപ എന്താണ് ഹോസ്റ്റൽ ഫീസ്. എന്നിട്ട് പിന്നെ ഒരു റീസണും കൂടെ ഉണ്ട് അവിടെ നിർത്താനായിട്ട്. എനിക്ക് എങ്ങനെയെങ്കിലും നിർത്തിയാൽ മതിയെന്ന് തോന്നിയെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ഒരു മാസത്തെ ഫുഡ് എന്ന് പറഞ്ഞില്ലേ, ആ പൈസ നമ്മൾ 2 മാസത്തെ ഫുഡ് ഒരുമിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. 2 മാസം. അത് എവിടെയാണ് അങ്ങനെ ഫുഡിനും അഡ്വാൻസ് അങ്ങനെ മേടിക്കുന്നത്? ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഞാൻ ഒരു 3-4 സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് അവിടുത്തെ ഫുഡിന്റെ കണക്ക്. എന്നിട്ട് പിന്നെ ഒരു കാരണവും കൂടെ ഉണ്ട്. ഇനി മുതൽ അവിടെ 2 പിള്ളേരെ അവിടെ കൊണ്ട് കൊടുക്കണം. അതായത് സ്റ്റാഫായിട്ട് പുതിയ 2 പിള്ളേരെ നമ്മൾ ഒരു മാസം അവിടെ ജോയിൻ ചെയ്യിപ്പിക്കണം. 5,700 രൂപ അത് തന്നെ വേണം. അത് തന്നെ വേണം. അപ്പോഴാണ് നമുക്ക് അവിടെ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ മൈനസ് ആയിരിക്കും. അത് വീട്ടിൽ നിന്ന് അയച്ചു കൊടുക്കേണ്ടി വരും. വെറുതെ വീട്ടിൽ ഇരുന്നാലും ഇത്ര പൈസ വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് തന്നെയാണ് മിക്ക കുട്ടികളും അവിടെ നിന്ന് ഇറങ്ങുന്നത്. എനിക്ക് 2 പെൺമക്കളാണ്. എനിക്ക് അവരുമായിട്ട് എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ ഓർത്തിട്ടാണ് ഞാനും പോയത്. പക്ഷെ എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ ഇപ്പോഴും EMI അടയ്ക്കാണ്, എനിക്കൊരു ജോലി ആയിട്ടില്ല. അപ്പൊ ഇതാണ് സംഭവം. എന്നിട്ട് എന്താണ് അപ്പൊ 2 പേരെ നമ്മളവിടെ ജോയിൻ ചെയ്യിപ്പിക്കണം, ഇല്ലെങ്കിൽ 10,000 രൂപയാണ് ഫൈൻ എന്നാണ് പറഞ്ഞത്. ഈ ഫൈനുകളുടെ എല്ലാം കണക്കുകള്
ആ അപ്പൊ ഈ ഫൈനുകളുടെ എല്ലാം കണക്കുകൾ നോക്കിയപ്പോഴത്തേക്ക് പിന്നെ പിന്നെ ഒന്നും കൂടെ ചിന്തിച്ച് നമ്മളാ ഈ കുഴിയിൽ പെട്ട്. ഇനി വേറെ പിള്ളേരെയും കൂടെ കൊണ്ടുവന്ന് കുഴിയിൽ ചേർത്താൽ ചിലപ്പോ നമുക്ക് അതിന്റെ പാവവും കൂടെ കിട്ടും. അറിഞ്ഞു വെച്ചുകൊണ്ട് കുഴി അത് ചാടിച്ച. ശരിയാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് അല്ല, ക്വിറ്റ് ചെയ്തതാണ്. ഈ നമുക്ക് രണ്ടുപേരെ കൊണ്ടുവരുന്ന, നിങ്ങളടുത്ത് രണ്ടുപേരെ കൊണ്ടുവരാൻ പറയുന്നതിന് ഒരു റീസൺ കൂടെ ഉണ്ട്. അഥവാ അവരെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരൊക്കെ പറയാ ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ, നിങ്ങളെ കൊണ്ടുവന്നത് എവരല്ലേ, അവര് പറഞ്ഞില്ലേ, നമ്മുടെ തലയിൽ തന്നെ ഇരിക്കും. ഇത് നിങ്ങളെ തന്നെയാണ്. മണ്ടയിൽ വരും. അതാണ് റീസൺ. അപ്പൊ ഇതാണ് റീസൺ. ഇത് ഇത്രയും റീസൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. കാര്യം ഒരിക്കലും ഒരു സാധാരണ കുടുംബത്തിലുള്ള ഒരു കുട്ടിക്ക് എന്തായാലും ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല അവിടെ നിന്നുകൊണ്ട്. അതുകൊണ്ടാണ് ഇവിടെന്ന് അങ്ങോട്ട് പോയിട്ട് പൈസ എല്ലാം കിട്ടി. എന്നിട്ട് ഇല്ല, കിട്ടിയില്ല. അവിടെ ചെലവായത് തന്നെ എനിക്കുണ്ടായ നഷ്ടം, പിന്നെ EMI ഇതെല്ലാം ഉണ്ട്. എന്തായാലും എനിക്ക് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഇന്നും പൈസയാവും. അതുകൊണ്ടാണ് ഞാൻ എന്റെ വീട്ടിൽ വന്നത്. അത് നന്നായി. എന്തായാലും ഞാൻ ഒരു സ്ഥലത്തെ ജോലി ഉപേക്ഷിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. ഞാൻ എന്റെ വീടിന്റെ അടുത്ത് 5700 രൂപ അത് കൊടുക്കണം. പിന്നെ ഈ ഫോൺ എത്ര രൂപയ്ക്ക് എടുത്തത്? ഫോൺ ഞാൻ എടുത്തത് 5000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചിട്ട് ബാക്കി ഒരു 6 മാസത്തെ, അതിൽ 3 മാസം ഇപ്പൊ അടച്ച്, ഇനി 3 മാസവും കൂടെ ഉണ്ട് അടയ്ക്കാനായിട്ട്. ടോട്ടൽ എത്ര വന്നത്? ടോട്ടല് 13 സംതിങ്ങിന്റെ ഫോണാണ് ഞാൻ എടുത്തത്. അത് അവർക്ക് ആ ഫോൺ തന്നെ എടുക്കണമെന്ന് നിർബന്ധമുണ്ട്. അങ്ങനെയുണ്ട്. കാര്യം ഇതിന്റെ ക്യാമറ ക്വാളിറ്റി ഇതായത് സെയിം തന്നെ ആയിരിക്കണമെന്ന് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഫോൺ തന്നെ എടുക്കണം. എല്ലാരും ചിന്തിക്കും അപ്പൊ 10000 രൂപ കൊടുത്ത് പിന്നെ അവിടെ നിന്ന് അങ്ങ് മേടിച്ചാൽ മതിയല്ലോ എന്ന് എല്ലാരും ചിന്തിക്കും. അതായത് അവർക്കിപ്പോ ഫോൺ സെയിം തന്നെ എന്നൊക്കെ ഓർക്കുമ്പോ അതൊന്നും ആവും, പൈസ ആവുമല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെ ഇറങ്ങുമ്പോ ഈ ഫോൺ അടുത്താക്ക് കൊടുക്കുമ്പോ ഒരു ഫോൺ വെച്ച് തന്നെ മിക്കവാറും ലക്ഷങ്ങൾ ഉണ്ടായി കാണും. അതെ, ഒരു ഫോണിൽ തന്നെ. കാരണം പുള്ളിക്കാരൻ ഇപ്പൊ ഈ ഫോൺ എന്നിട്ട് അവിടെ കൊടുത്താ? ഇല്ല, നമ്മൾ അവിടെ നിന്ന് ജോയിൻ ചെയ്യാൻ പോയതിന്റെ രാവിലെ നമ്മൾ അവിടെ നിന്ന് സാധനങ്ങളെല്ലാം കെട്ടിപ്പറക്കി ഇഞ്ഞ് വന്നു. ഓടി വന്നു. ഫോൺ കയ്യിലുണ്ട്. ആ ഒരു ആശ്വാസമുണ്ട്. 13,000 രൂപയുടെ ഫോണ്, പിന്നെ അവര് 10,000-4,000 രൂപ അവിടെ ചെലവ്. അത് 4,000 കൂടുതലാവും, കാരണം ഒരു നേരത്തെ ഫുഡിനല്ലേ 1,600 ആവും. ഇല്ല, ഒരു നേരത്തെ ഫുഡിന് അത് അത്ര. പിന്നെ നമുക്ക് അവിടെ യൂണിഫോം മേടിപ്പിച്ച്, യൂണിഫോം ഒക്കെ നിർബന്ധിച്ച് 5 ദിവസം ആയപ്പോ തന്നെ യൂണിഫോം മേടിപ്പിച്ചു നമ്മളെ കൊണ്ട്. നമ്മുടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കളറുകളുള്ള യൂണിഫോമുകളാണോ ഉള്ളത്? ചിലപ്പോ മഞ്ഞിട്ടോണ്ടിരിക്കുന്നതാണ്, ചിലപ്പോ വേറെ ഏതായിരിക്കും. അത് ഓരോ ദിവസം ഓരോന്നാണ്. അപ്പൊ അതനുസരിച്ച് മേടിക്കണോന്ന് പറഞ്ഞു. അന്ന് എന്തോ ഒരു കാര്യത്തിനായിട്ടാണ് പറഞ്ഞ് നിർബന്ധിച്ച് അത് പിറ്റേന്ന് വേണോന്ന് പറഞ്ഞ് മേടിപ്പിച്ചിട്ട് പിന്നെ കടകളിൽ തന്നെ മേടിക്കണം അങ്ങനെ വല്ലതും ഉണ്ട്? അതാ അവര് തന്നെ എടുത്തു തരുമോ? അങ്ങനെയൊന്നുമില്ല. ഇന്ന കളർ ടീഷർട്ട് വേണം. ആദ്യം പറഞ്ഞ യൂണിഫോം അവിടുന്ന് അവർ തന്നെയാണ് തരുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. ചെന്നപ്പോൾ മേടിക്കണമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും എങ്ങനെ ഒരേ യൂണിഫോം കിട്ടുന്നവിടെ മറ്റേ കടകളിൽ കിട്ടും? അത് ഒരേ സെയിം കളർ മേടിക്കാനേ പറയുന്നുള്ളൂ. ടീഷർട്ടാണ്. അപ്പൊ അത് എല്ലാരും സെയിം അങ്ങനെയാ മേടിക്കണേ. ഒരേപോലത്തെ അല്ല, കളർ സെയിം ആണ്, ടീഷർട്ട് വ്യത്യാസം. അങ്ങനെ അവര് മറ്റേ ചില ഇതിന്റെ അകത്ത് പരസ്യത്തിന്റെ അകത്തൊക്കെ അല്ല, റീലിന്റെ അകത്തൊക്കെ ചിലരൊക്കെ ഫുള്ള് മഞ്ഞ ഒരേ കണക്കത്തെ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ചോദിച്ചത്. അത് ഇന്ന ദിവസം ഇന്ന കളർന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇടുന്നത്. അങ്ങനെ എന്തുവാണ് നമ്മള് അവിടെ മിക്ക ഉള്ളവരും ചിലവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നല്ല, ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നിൽക്കുന്ന കുറച്ച് കുട്ടികളും അവിടെ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും വേറെ ഒരു ജോലിയും കിട്ടൂല എന്ന് ഉള്ളതുകൊണ്ടാണ് അവരവിടെ തന്നെ നിൽക്കുന്നത്. പിന്നെ മാക്സിമം നിന്ന് നോക്കും, എങ്ങനെയെങ്കിലൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നിക്കട്ടെ എന്ന് ഓർക്കും. ഞാൻ ചോദിച്ചൊരു പെങ്കൊച്ചുണ്ടായിരുന്നു. അപ്പൊ അവളുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് ഇത് കണക്കിപ്പം ഫുഡ് പ്രശ്നമൊക്കെ അവൾ അവിടെ വന്നിട്ടാണ് അറിയുന്നത്. ഫുഡ്, മറ്റേ എന്താണ് ഈ താമസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് അറിഞ്ഞപ്പോ എന്ത് ചെയ്ത്, അവള് വീട്ടിൽ പറയാൻ വയ്യ, കാരണം ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതെല്ലാം ഉണ്ട് എന്ന് പറയാൻ പറ്റാത്ത കാരണം വീട്ടിൽ പറയാൻ പറ്റാത്ത കാരണം അത് മാല പണയം വെച്ച് അവിടെ പണയം വെച്ചിട്ട്
എന്ത് ചെയ്ത് മറ്റേ ജോലിക്ക് കയറി. പിന്നെ ഈ മാല തിരിച്ചെടുക്കണ്ടേ? മാല തിരിച്ചെടുത്താലേ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് ഓരോ സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും ഓരോരുത്തരുടെ സാഹചര്യത്തിൽ നിൽക്കുന്നത് അവര്. അല്ലാതെ അവരിതിനെ മറ്റേ ഇത് ഒരു രീതിയിൽ ഇതൊരു ഫോഴ്സ്ഫുള്ളി അവരോട് നിർത്തുകയാണ് ചെയ്യുന്നത്. ആണ് അവര് ചൂഷണം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ സാഹചര്യമാണ് അവർ ചൂഷണം ചെയ്തോണ്ടിരിക്കുന്നത്. അവർക്കറിയാം അവിടെ നിൽക്കും എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും നിൽക്കും എന്നറിയാം. പുള്ളിക്കാരന്റെ സംസാരങ്ങളൊക്കെ ആ ഒരു രീതിയിലാണ്, ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ്. പിന്നെ നിനക്ക് തരുന്ന ഔദാര്യമാണ് എന്നും വന്ന് പറയും. നിനക്ക് തരുന്ന ഔദാര്യമാണ്, എന്റെ ബിസിനസ് ഇതല്ല, എനിക്കിതല്ല ബിസിനസ്, എന്റെ ബിസിനസ് ഇതൊന്നും അല്ല എന്നൊക്കെ വന്ന് ഒരു ദിവസം ഒരു 2 വട്ടമെങ്കിലും വന്ന് പറഞ്ഞു ഇത്. മറ്റേ ഔദാര്യം എന്ന് പറഞ്ഞ വാക്ക് പല ആൾക്കാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങനെ സ്ഥിരം പറയുന്ന വാക്കാണ്. അല്ല, അത് മൊത്തത്തിൽ എല്ലാരും ഇരുത്തിയിട്ടാണല്ലോ പറയുന്നത്. എല്ലാരും കസേരയിട്ട് ഇരുത്തിയിട്ട് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് തരുന്ന ഔദാര്യമാണ്. ഇന്റർവ്യൂവിന് വന്ന ദിവസം പോലും പറഞ്ഞ ഇതുണ്ടെന്ന് പറഞ്ഞു. ഇന്റർവ്യൂവിന് വന്ന ദിവസം ഇന്റർവ്യൂവിന് വന്ന ദിവസം ആയാലും മിക്കുള്ളവരും പരസ്യം കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ ആ ടൈമിൽ പരസ്യത്തില് വീട്ടിലിരുന്ന് 30,000 രൂപ ഉണ്ടാക്കാന്ന് പറഞ്ഞ ഒരു പരസ്യം ആ ടൈമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു പിന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് ഉറപ്പാണ്. കാര്യം നമ്മുടെ കൂടെ ഇന്റർവ്യൂവിന് വന്ന കുറച്ച് ചേച്ചിമാർ അതും കേട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴവിടെ വന്നപ്പോഴാണ് അറിയുന്നത് നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം. അവിടെ നിന്ന് ഒരുപാട് ഇത് എന്താണ്, അതായത് അവിടെ നിന്ന് ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ ഇരുന്ന് വിൽക്കണം. അപ്പൊ 10 ഡ്രസ്സ് ചേർത്ത് എടുക്കുമ്പോഴത്തേക്ക് പൈസ കുറച്ച് കൊടുക്കും. അങ്ങനെ അങ്ങോട്ട്. അപ്പൊ മിനിമം എത്ര ഡ്രസ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് കുടുംബശ്രീ വഴിയോ അങ്ങനെ എങ്ങനെയൊക്കെ വിൽക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ അവിടെ ഒരു ചെറിയൊരു ക്ലാസ് നടന്നായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഇത് നേരത്തെ നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോഴേ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളിങ്ങനെ വരുമായിരുന്നോ, ഇത്രയും ദൂരത്തു നിന്ന് വരുമോ. എറണാകുളത്ത് നിന്നൊക്കെ ഒരു ഏതോ ഒരു ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കേട്ടിട്ട് അന്നങ്ങനെ കുറച്ച് പ്രശ്നമൊക്കെ ആയായിരുന്നു. അവര് ഈ ബോണ്ട് കേസ് പറഞ്ഞിട്ടാണ് ഭീഷണി. ഒന്നുകിൽ ചെക്ക് കേസ് ആക്കും, അല്ലെങ്കിൽ മോഷ്ടിച്ചെന്നു. അങ്ങനെ ഒരു കാര്യം ചെയ്യും. വേറൊരു കാര്യം ചെയ്തിട്ട് ഈ ഇത് മേടിച്ചോണ്ട് പോയ എന്താണ് ഈ മുദ്രക്കടലാസ്, മുദ്രപേപ്പറൊക്കെ മേടിച്ചോണ്ടാണ് നമ്മൾ ചെല്ലാൻ പറഞ്ഞത്. 4 പേപ്പർ, അതായത് 100 രൂപയുടെ 4 പേപ്പർ. അവർ 400 രൂപ അതും പോയി. അതെ, അല്ല അത് സത്യം പറഞ്ഞാൽ അതും മേടിച്ചിട്ടാ പോയത്. 400 രൂപ അവിടെ നഷ്ടമാണ്. നഷ്ടം മാത്രമേ. കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിന്റെ അടുത്ത് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. ഞാൻ അത് കളഞ്ഞിട്ടാ പോയത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. അത് പിന്നെ എന്താണ്, പക്ഷെ അവിടെ നിന്നിരുന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടെ കേട്ടോ. ഈ ഇപ്പൊ മനീഷല്ലേ ഓക്കെ, മനീഷയുടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാരും കൂടെ അറിയണം കേട്ടോ. കാരണം മനീഷ 2 കൊച്ചുങ്ങളെ വീട്ടിലാക്കിയിട്ടാണ് പോയേക്കുന്നത്. ഞാൻ എന്റെ കുട്ടിക്ക് 8 മാസമുള്ള ടൈമിലാണ് ഞാൻ പോകുന്നത്. ഇളയ കുട്ടിക്ക് ഞാൻ എന്താണ് എനിക്ക് അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോഴാണ് ഞാൻ പോകുന്നത്. ആ കുട്ടിയെ ഇട്ടിട്ട് ഞാൻ എന്തുവാണ് ഈ ഒരൊറ്റ വീഡിയോ കണ്ടുള്ള ഒരു വിശ്വാസത്തിൽ പോയതാ. മനസ്സിലായ? അപ്പൊ ഇതേ കണക്ക് വരുന്ന കൊച്ചുങ്ങളെയൊക്കെയാണ്, പിള്ളേരെയൊക്കെയാണ് അവര് ഈ ചൂഷണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവര് നിന്ന് പോണത്. ചിലരൊക്കെ അങ്ങനെ നിന്ന് പോണവരെയാണ് അവര് യൂസ് ആക്കുന്നത്. ഇന്നിപ്പം വേറൊരു വോയിസ്, ഇവിടെ നിന്ന് ഇറങ്ങിയ ആള് തന്നെ വേറൊരു വോയിസ് വിട്ടിട്ടുണ്ട്. അതായത് ഈ പുള്ളിയുടെ സ്വഭാവം ശരിയല്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോയിസ്. അവിടെ ജോലിക്ക് കയറിയവർക്ക് നഷ്ടക്കച്ചവടം, മുതലാളിച്ചിക്കില്ല. അതത്രേ ഉള്ളേ. അത് ഈ ഒരു മൊബൈൽ വെച്ച് തന്നെ, ഒരു മൊബൈല് 10 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എത്ര രൂപയായി? അതന്നെ 1 ലക്ഷം രൂപയായി. 10,000 വെച്ച് ഒറ്റ മൊബൈല് 10 വരെ കൊടുക്കും. അങ്ങേര് 10 പേര് മാറി വരാത്ത 10 വരെ കൊടുത്തു. അത് തന്നെ 1 ലക്ഷം രൂപയായി മൊബൈല്. ഈ മൊബൈലിന് 13,000 രൂപ എത്ര ഉണ്ടെന്നുള്ള അത് വെച്ച് അങ്ങേര് ഒരു സാധനം ചെയ്യാത്ത പുള്ളിക്കാരൻ തന്നെ അത് വെച്ചിട്ട് 1 ലക്ഷം രൂപ ഉണ്ടാവും. 10 വരെ കൊടുത്ത്. അടിപൊളി ബിസിനസ്സാണ്. എന്താണ് നമ്മുടെ ക്യാഷിന്റെ ഫോൺ വാങ്ങി, ബോണ്ട് അവര് ക്യാഷ് തന്ന് നമ്മൾ വാങ്ങിയ ഫോണും. അതെ, അതാണ് അങ്ങനെയാണ് എഴുതിക്കുന്നത്. അത് നിങ്ങളെ കൊണ്ട് അങ്ങനെയാണ് എഴുതിപ്പിക്കുന്നത്.
എന്നിട്ട് അത് അവര് മേടിച്ചെടുക്കും. പിന്നെ നിങ്ങൾ ബോണ്ട് തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 70,000 75,000 എത്ര രൂപയായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പൊ അത് കൊടുക്കണം തിരിച്ചങ്ങോട്ട്. അങ്ങനെയല്ലേ? 50,000 75,000 ആ റേഞ്ചിലുള്ള ഒരു എമൗണ്ട് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് നടത്തുന്ന. ഇത് ഫുള്ള് ഉഡായിപ്പാണിത്. ഇതെല്ലാം ബിസിനസ് അല്ല, ഇത് ഉഡായിപ്പാണ്. അത് ആ ഉഡായിപ്പിന് ഒരു മറവ് മാത്രമാണ് ഈ തുണി. അവർ യഥാർത്ഥ ബിസിനസ് നടക്കുന്നത് നിങ്ങളെ പിഴിയുന്നതിലൂടെ, ഈ പിള്ളേരെ പിഴിയുന്നതിൻ്റെ അകത്താണ് യഥാർത്ഥ ബിസിനസ്. അതാണ് ഏറ്റവും വലിയ ലാഭം. തുണി ബിസിനസ് കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ലാഭം കിട്ടുന്നില്ല അവരൊക്കെ. തുണി ബിസിനസ്സിൻ്റെ അകത്ത് നിങ്ങൾ ഒരു 3 ലക്ഷം രൂപയുടെ ബിസിനസ് നടത്താൻ നേരത്ത് നിങ്ങൾക്ക് 10% തരും. സുപ്രീം കോടതി വക്കീൽ കീശായിരിക്കട്ടെ. അപ്പൊ 3 ലക്ഷം രൂപയുടെ ബിസിനസ് നടത്താൻ നേരത്ത് നിങ്ങൾക്ക് 30,000 രൂപ തരും. ഈ 30,000-ൽ നിന്ന് 5,700 രൂപ മറ്റേ ഫുഡ് അക്കോമഡേഷൻ തന്നെ പോകും. ഓക്കെ, 30,000-ൽ നിന്ന് അത് പോയി. 5,000 കൂട്ടിക്കോ, 25,000 ആയി. ഞാൻ ഈ 30,000 കിട്ടിയാലുള്ള കണ്ടീഷൻ പറയാം. 10,000 രൂപ ഡെപ്പോസിറ്റ്. അപ്പൊ 25,000-ൽ നിന്ന് 10,000 പോയി, 15,000 ആയി. ഓക്കെ, ഫൈന് നിങ്ങൾക്ക് ഫുള്ള ഫൈനുകൾ. അതായത് അപ്പുറത്തെ ബെഞ്ചിരിക്കുന്ന ആൾക്കല്ലേ കസേര സംസാരിച്ച് ഇപ്പുറത്തെ നോക്കി കാല് നീട്ടി വെച്ച് 2 പേരെ കൊണ്ടുവന്ന്, 2 പേരെ കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ ആ 10,000 പോയി. ഓക്കെ, അപ്പൊ ഏകദേശം ഇതെല്ലാം ഫൈനെല്ലാം കൂടെ ചേർത്ത് ഒരു 5,000 രൂപ. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് 10,000 രൂപ. ഈ 10,000 രൂപ ഇതേ കണക്ക് നിങ്ങൾക്ക് മേടിക്കാന്നൊരു സ്വപ്നം കാണും, പക്ഷെ അത് നടക്കില്ല. ആ 10,000 രൂപയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നേരത്തെ ഫുഡിനാണ് നിങ്ങൾ ഈ 1,600 രൂപ കൊടുത്തത്. നിങ്ങൾ ബാക്കി 2 നേരം പട്ടിണി അടക്കണം. നിങ്ങൾ 2 നേരം നിങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആ 10,000-ൽ നിന്ന് വീണ്ടും എനിക്കൊന്ന് 2,000 രൂപ കട്ട് ചെയ്യുക. ആ 2,000 രൂപയുടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡാക്കട്ടെ ആ 10,000-ൽ നിന്ന് വീണ്ടും 8,000 രൂപയായി. പിന്നെ 8,000 രൂപയ്ക്കാണ് നിങ്ങൾ അവിടെ ജോലി ചെയ്യാനുള്ളത്, അല്ലേ? അങ്ങനെയാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾക്കൊന്നും ഇല്ല. മനീഷ, എന്റെ നെറ്റ് ഇതായി പോയി, അതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇപ്പൊ അതിൻ്റെ അകത്ത് കിട്ടുന്ന ചെക്കുകളൊക്കെ ഞാൻ കുറെ കാണുന്നുണ്ട്. കുറെ ചെക്കുകളൊക്കെ 6,000 രൂപ, 8,000 രൂപ. പിന്നെ ഇവര് പറഞ്ഞു 15,000-ന് താഴെ ആരെങ്കിലും മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്തോ മലമറിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ 15,000 അവരെപ്പോഴും ഈ ഇങ്ങനെ എന്തൊക്കെ ചെയ്യും, എന്റെ പണമുണ്ട് ഞാൻ പോവും, നിങ്ങളുടെ പണമില്ല, ആ ഒരു രീതിയിൽ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കും. അപ്പോഴ് എന്തുവാണ് അവർ ജയിച്ചു എന്നോ അല്ലെങ്കിൽ അവർക്കേ ജയിക്കാൻ പറ്റുള്ളൂ എന്നോ അങ്ങനെ എന്തൊക്കെ വാദിക്കുന്ന രീതിയിലാണ് അവരെ സംസാരങ്ങളും രീതികളും. എനിക്ക് അവിടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അവര് കയ്യിൽ അവർക്ക് പണമുണ്ട് എന്നൊക്കെയാണ്. അല്ല, പണമുണ്ടെങ്കിൽ എന്തും സത്യം പറഞ്ഞാൽ അവർ ഈ ഇങ്ങനെയുള്ള ഫുഡ് വീഡിയോ ഇടുന്നത്, അത് പറയാനായിട്ടൊരു കാരണമുണ്ട്, അത് ഞാൻ പറയാം. ഈ ഫുഡ് വീഡിയോ ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഇടുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഒരുപാട് വീണ്ടും കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യിപ്പിക്കുക. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ ഈ ഫുഡ് വീഡിയോ, അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഇടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഇട്ടാ വേണമെങ്കിൽ പറയാം, ഇത് ഞങ്ങളുടെ ഇവിടെ 50 രൂപയ്ക്ക് കൊടുക്കുന്ന ഊണാണ് എന്ന് പറയാം. ഇത് അങ്ങനെയല്ല പറയുന്നത്. അവര് സ്റ്റാഫിന് വേണ്ടി കൊടുക്കുന്ന ഊണ്, അവിടെ എന്ത് മേടിച്ചാലും, ഒരു ഐസ്ക്രീം മേടിച്ചാൽ പോലും അതിന് അവര് പൈസ മേടിക്കും. അങ്ങനെയാണ് അവിടെ. പക്ഷെ അവരിടുന്നത് എനിക്ക് ഇന്നലെ ഒരാൾ അയച്ച വോയിസ് മെസ്സേജ് ഞാൻ പറഞ്ഞുതരാം. അതായത് അവിടെ ഒരു ഇതില് ഒന്നി ഈ എന്താണ് അവരുടെ പേരെന്താണ്, സിബിയുടെയോ അച്ചുവിന്റെ ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ, ഇതിൽ ഏതെങ്കിലും ഒരാളുടെ ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ ഒരു ടേബിളിന്റെ അത്രയും വലിപ്പമുള്ള കേക്ക് വാങ്ങിക്കണം. ഓക്കെ, ടേബിളിന്റെ അത്രയും വലിപ്പമുള്ള കേക്ക് വാങ്ങിക്കണം. അത് ആര് വാങ്ങിക്കണം? ആ പിള്ളേര് പൈസ ഇട്ട് വാങ്ങിക്കണം. മനസ്സിലായോ? ആ പിള്ളേര് പൈസ ഇട്ട് വാങ്ങിക്കണം. എന്നിട്ട് ഇവര് കട്ട് ചെയ്ത് ആഘോഷിക്കും. അപ്പൊ അത്രയും വലിയൊരു കേക്കിന് നല്ലൊരു എമൗണ്ട് പോവുമോ? അത് ഈ പിള്ളേരുടെ കയ്യിലാണ് പോകണം.
അപ്പൊ കഴിഞ്ഞ പ്രാവശ്യമുണ്ട് ഈ ഇങ്ങേരുടെ ബർത്ത്ഡേക്ക് ഈ പിള്ളേരുടെ പൈസക്കാണ് ഇത്രയും വലിയ കേക്ക് മേടിച്ചത്. ഓക്കെ, കേക്ക് മേടിച്ചത്. ഇപ്പൊ ഇങ്ങേര് വന്നിട്ട് പറയണം പുച്ഛം 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 എന്ന് പറഞ്ഞോണ്ട്. അങ്ങനെ ഒരു പുച്ഛം, അത്രയും വലിയ കേക്ക് പോരാ, ഇനിയും മറ്റേ എനിക്കൊന്ന് വലിയ ഡൈനിങ് ടേബിളിന്റെ അത്ര നീളത്തെ ബസ്സിന്റെ അത്രയൊക്കെ വലുതുള്ള കേക്ക് വേണമെന്ന് പറഞ്ഞു പുള്ളിക്ക്. അങ്ങനെ എന്തെങ്കിലും കാണുന്നു? അങ്ങനെ എന്തെങ്കിലും കാണുമെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരി എപ്പോഴും പറയുന്ന ഒരു ടോക്ക് എന്ന് പറഞ്ഞാൽ സാറാണ് ദൈവം, സാറാണ്, സാറിനോട് ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ അവിടെ ഒരു ഇഷ്യൂ നടന്ന് അവിടെ ഇപ്പൊ ഒരു ഇടയ്ക്ക് GST പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനും അവിടെ ഉണ്ടാകുന്ന ടൈമിലായിരുന്നു. GSTക്കാർ ഒരു 10-20 GST ഓഫീസേഴ്സ് വന്ന് അവിടെ അത് ലോക്ക് ചെയ്ത് നമ്മുടെ വൈകിട്ട് വരെ, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അറിഞ്ഞെന്ന് പറഞ്ഞാൽ 1 മണി വരെ അവിടെ ഉണ്ടായിരുന്നു. രാത്രി 1 മണി വരെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. GST റൈഡ്. അപ്പൊ ഞാൻ 2-3 പേരെ ചോദിച്ചു, അവരൊക്കെ ഈ GST റൈഡിൽ അവിടെ ആ ടൈമിന്റെ അകത്ത് ഉണ്ടായിരുന്നാണല്ലോ അവരൊക്കെ. ഞാനും ഉണ്ടായിരുന്നു. അറിയായിരിക്കും അല്ലെ ഒരുവിധം. പക്ഷെ ഒരുപാട് പേരുമായിട്ട് അങ്ങനെ ഒരു കോണ്ടാക്ട് ഇല്ല. കാര്യം അവിടെ വെച്ച് അങ്ങനെയൊന്നും സമ്മതിക്കത്തില്ല അവര്. അപ്പൊ അതുകൊണ്ട് നമ്മളും പിന്നെ നമ്മുടെ നിലനിൽപ്പ് നോക്കിയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പാടില്ലെന്നുള്ള. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ ആ നാട്ടുകാരുമായിട്ട് ഒരു കടയിൽ കയറരുത്. പിന്നെ നമ്മുടെ അവിടെ നിന്ന് ഒരു ബൈപ്പാസ് റോഡ് വരെ നടക്കാനായിട്ട് ഒരു ഏകദേശം ഒരു 3/4 കിലോമീറ്റർ ഉണ്ട് ആ വീടിന്ന് അവിടം വരെ നടക്കാനായിട്ട്. അതിന്റെ അകത്ത് വെച്ച് ആരും അതിന്റെ ഇടയ്ക്ക് വെച്ച് ആരും പരസ്പരം ചേർന്ന് നടക്കരുത്. അതായത് നമ്മുടെ ഈ കൂട്ടുകാരികള് അവിടെ നിന്നുള്ളവര് ഹോസ്റ്റലിൽ പോകുന്നവരായാലും ഒരുമിച്ച് നടക്കരുത്, ഒരുമിച്ച് സംസാരിക്കുന്നത് കാണരുത്, അവിടം വരെ ഫോൺ എടുക്കരുത്, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്കിത് എന്തെങ്കിലും ഇതിന്റെ അകത്ത് നടക്കുന്ന എന്തെങ്കിലും ഒരു എല്ലാരും ചോദിക്കും തെളിവുണ്ടോ. തെളിവിനായിട്ട് ഇപ്പൊ എടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒന്നെങ്കിൽ ഫോൺ വേണം. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു വസ്തു അതിന്റെ അകത്തോട്ട് കയറ്റാൻ പറ്റത്തില്ല. അത് അവിടുത്തെ നിയമമാണ്. ഓക്കെ, അപ്പോഴ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും റെക്കോർഡിക്കലായിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോഴ് ഇതാണ് സംഭവം. നമ്മൾ ആരടുത്ത് മിണ്ടിക്കൂടാ, അവിടെ നാട്ടുകാരുടെ അടുത്ത് ആരടുത്ത് മിണ്ടിക്കൂടാ. പക്ഷെ നമ്മൾ നാട്ടുകാരുടെ അടുത്ത് മിണ്ടിക്കൂടാ എന്ന് പറഞ്ഞതിന്റെ റീസൺ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന്റെ അന്ന് നമ്മളൊരു ബേക്കറി കയറിയായിരുന്നു. അവിടെ അന്ന് ഇങ്ങനെ ഇതായിട്ട് അവിടുത്തെ ഒരു ചേച്ചിയായിട്ട് ഷെയർ ചെയ്തപ്പോ ചേച്ചി പറഞ്ഞത് കേട്ടപ്പോ മനസ്സിലായി എന്തുകൊണ്ടാണ് ഇവര് പറയുന്നത് നാട്ടുകാരായിട്ട് മിണ്ടരുതെന്ന് പറയുന്നതിന്റെ റീസൺ മനസ്സിലായി. അവർക്കൊക്കെ നല്ല അഭിപ്രായമാണെന്നും എന്നൊക്കെ അപ്പോഴാണ് ഭയങ്കര അഭിപ്രായമാണ്. നാട്ടുകാർ ഇതൊന്നും അല്ല പറയുന്നത്. നാട്ടുകാർ ഇതൊന്നും അല്ല പറയുന്നത്. നാട്ടുകാര് പറയുന്നതിൽ സത്യാവസ്ഥ ഉണ്ടെന്ന് പിന്നീട് മനസ്സിലായി അത്. അപ്പോഴ് പക്ഷേ നമുക്ക് കുറച്ചുകൂടെ മുന്നേ ഇത് അറിഞ്ഞപ്പോഴേ അവിടെ നിന്ന് വന്നാൽ മതിയായിരുന്നു. പിന്നെ നമ്മളവിടെ നിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ടായി, ഒരു മനസ്സിൽ അങ്ങനെ തോന്നി. കാര്യം കുഴപ്പമില്ല, സാലറി എങ്കിലും കിട്ടുമല്ലോ, ഇതെല്ലാം സഹിക്കാം എന്ന് വെച്ച് നിന്നതാണ്. ഇതാണ് എനിക്കുണ്ടായ ഒരു അനുഭവം. എനിക്കെന്നല്ല, ഒട്ടുമിക്ക കുട്ടികൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ തന്നെ. ഇത് തന്നെയാണ് എല്ലാവരുടെ അനുഭവം. ഇത് തന്നെയാണ്. പിന്നെ കൂടുതൽ നാളെ നിൽക്കുന്നവർക്ക് കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാവും. സോന, ചോറും കറിയും പൈസ കൊടുക്കാനുള്ളത് ഈ പിള്ളേരാണ് കൊടുക്കാനുള്ളത്, അല്ല അവരൊന്നും അല്ല കൊടുക്കും, മറ്റവരൊന്നും അല്ല. അവര് വീഡിയോക്ക് ഇതിന്റെ അകത്ത് എന്താണ് വീഡിയോ കാണിക്കാത്ത റിയൽ ലൈഫ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. റിയൽ ലൈഫ് വേറെ. റിയൽ ലൈഫിൽ അവര് പൈസ കൊടുത്ത് മേടിക്കുന്ന ഫുഡാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ പറയാം, ഇടയ്ക്ക് ഒരു വലിയൊരു ഇലയൊക്കെ വെട്ടി, ഏതൊക്കെ കാട്ടിപ്പോയി ഇലയൊക്കെ വെട്ടി മറ്റേ കിഴങ്ങും ഇതുണ്ടല്ലോ ചിക്കനും വെച്ച്, അപ്പൊ ആ സംഭവം ഉണ്ടല്ലോ, അത് എല്ലാരുമായിട്ട് എനിക്ക് എന്തോ നിറ വ്യത്യാസമില്ലാതെ ഞാൻ എല്ലാരോടും ചേർന്ന് കഴിച്ചു. അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അതിന് 110 രൂപയും കണ്ട മേടിച്ചത് ഒരാൾക്ക് വെച്ച് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ആ ടൈം ഇല്ലായിരുന്നു, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ്. ഇതാണ് അവിടുത്തെ സത്യാവസ്ഥ. അത് ഉണ്ടാക്കി തന്നിരുന്നത് നമുക്ക് അവിടെ ഒരു ഹോസ്റ്റലിൽ ഒരു ആന്റി, അതായത് ഒരു കുട്ടിയുടെ അമ്മ, അവിടെ ഒരു പാവപ്പെട്ട ഒരു വീട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ അമ്മയ്ക്ക് ജോലി ഇല്ലാണ്ടായപ്പോഴത്തേക്ക് അവര് പറഞ്ഞു ഇവിടെ വന്ന് ഹോസ്റ്റലിൽ വേവിച്ചു കൊടുക്കാനൊക്കെ നിക്കാം, അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തു. അപ്പൊ ആ കുട്ടി നല്ല രീതിയിൽ ആ ഒരു മാസം നല്ലപോലെ ഏൺ ചെയ്തായിരുന്നു. അപ്പൊ ഏൺ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു 15,000 രൂപ ആ കുട്ടിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ആ ടൈമിൽ അപ്പൊ ഈ കുട്ടിയുടെ അമ്മയുടെ അടുത്ത്, അമ്മ ഒറ്റയ്ക്കായിരുന്നു, എറണാകുളത്ത് തന്നെ തോന്നുന്നു. അപ്പൊ ആന്റി ഒറ്റയ്ക്കായതുകൊണ്ട് അവരോട് ഇവിടെ വന്ന് നിൽക്കുന്ന ഫുഡ് വേവിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞുള്ള രീതിയിലാണ് വന്നത്. അവസാനം ആ ആന്റി വന്ന് നമ്മൾ ചെന്ന ടൈമില്, അതായത് ഞാൻ പറഞ്ഞില്ലേ ഹോസ്റ്റലിൽ മാറിയെന്ന്, വേറൊരു ഹോസ്റ്റലിലോട്ടായെന്ന്. ആ ഹോസ്റ്റലിൽ കയറിയ ടൈമിൽ ആ ആന്റി അവിടെ ഉണ്ടായിരുന്നു കുറച്ചു ദിവസം. ആ ആന്റി ആണ് ഈ ഫുഡ് അന്ന് വെച്ചത്, ഈ കിഴങ്ങും ചിക്കനും ഒക്കെ വെച്ചത് ആന്റി ആയിരുന്നു. ആ ആന്റി അപ്പൊ പിറ്റേന്ന് കൈ എടുക്കാൻ ആന്റി ഒറ്റയ്ക്കാണ് ഇതെല്ലാം
ഞാൻ ചെയ്തത്. ഒരുപാട് കിഴങ്ങും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആന്റിക്ക് ഓൾറെഡി വയ്യായിരുന്നു. അത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ടൈമില്, അതായത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതിന്റെ തലേ ദിവസം ആന്റി ഹോസ്പിറ്റലിൽ പോയത്. അതുകൊണ്ട് എനിക്കറിയാം ആന്റിക്ക് വയ്യായിരുന്നു എന്നറിയാം. അപ്പൊ പിറ്റേന്ന് പറഞ്ഞു എനിക്ക് വയ്യ സാർ, എനിക്ക് ലീവ് വേണം എന്ന് ആന്റി പറഞ്ഞപ്പോ പറയാ, എന്തുവാണ്, ചുമ്മാ പറയുന്നത്, തള്ളയും മോളും കൂടെ ചുമ്മാ അടവുകൾ പറയുന്നതാണ് മനസ്സിലായി. എന്തുവാണ്, പൈസ അങ്ങോട്ട് മേടിക്കാനേ അറിയാവൂ, അതിനൊത്തൊന്നും ചെയ്യാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് അവര് ഒരു 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 എന്താണ് ഒരു മോശമായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, സംസാരിച്ചു. അങ്ങനെയാണ് അവരവിടെ നിന്ന് ഇറങ്ങിയത്. ആന്റി അവിടെ നിന്ന് ഇറങ്ങിയതിന്റെ റീസൺ അതാണ്. ആന്റി ആയിട്ട് ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ആന്റി ഞാൻ എപ്പോഴും വിളിക്കാറുണ്ട്, സംസാരിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ആന്റി അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പൊ ഇങ്ങനെയാണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ. അവര് ഇപ്പൊ ഒരു മാസം, ഇപ്പോ 1 or 2 മാസം ചിലവര് ഇപ്പൊ നന്നായിട്ട് പൈസ മേടിക്കുന്ന കുട്ടികൾ, ഇപ്പൊ അതായത് അവരിപ്പോ ജോലി ചെയ്ത് നല്ലൊരു ക്യാഷ് എമൗണ്ട് അവർക്ക് കിട്ടുമെന്നൊരു വരുമല്ലോ. അതായത് ഞാൻ ഇപ്പൊ ഒരു 40,000 രൂപയ്ക്ക് അവിടെ ഞാൻ കച്ചവടം നടത്തി എങ്കിൽ അവര് ഇതൊന്ന് ആലോചിക്കും, ഇവർക്ക് എന്തൊക്കെ ഫൈൻ കൊടുക്കാൻ പറ്റും എന്ന് ആലോചിച്ചിട്ട് ഫൈൻ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പൊ അതാണ് സംഭവം. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക്, ഞാൻ ലൈവായിട്ട് കണ്ട സംഭവമാണ്. ഞാൻ അവിടെ നിന്ന ടൈമിൽ ഒരു കുട്ടിക്ക് 37,000 രൂപ ആ മാസം കിട്ടി. അപ്പോഴും സാറ് ഇങ്ങനെ ഓരോരുത്തരുടെ സാലറി ഇങ്ങനെ പറയാ, കണ്ട ഇന്ന കുട്ടിക്ക് ഇങ്ങനെന്ന് പറഞ്ഞ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ടൈമിൽ ഈ കുട്ടിക്ക് 37,000 രൂപ സാലറി എന്ന് പറഞ്ഞപ്പോഴ് പുള്ളിക്കാരൻ പറയാണ്, നീ അത്രയൊക്കെ മേടിക്കുമല്ലേ സാലറി എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എന്റെ കൂട്ടുകാരിയുടെ അടുത്ത് ഞാൻ ഹോസ്റ്റലിൽ ചെന്നപ്പോഴും പറഞ്ഞു, ഇവിടെ അടുത്ത ടാർഗറ്റ് എവളായിരിക്കും, എവളുടെ സാലറി ഇനി എങ്ങനെ കട്ട് ചെയ്യാന്നായിരിക്കും. ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ ഞാൻ പിറ്റേ മാസം ഞാൻ അവിടെ ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞ ആ കുട്ടി എന്തുവാണ്, ആ കുട്ടിയുടെ അവള് അന്ന് പിറ്റേ മാസം 40,000 സംതിങ്ങിന്റെ ഇതിന് വർക്ക് ചെയ്തിട്ട് ആ കുട്ടിയുടെ കൈ കിട്ടിയത് 16,000 രൂപ അങ്ങനെ എങ്ങാണ്ടാണ് ആ കുട്ടിക്ക് വന്ന സാലറി, എല്ലാ കട്ടിങ്ങും കഴിഞ്ഞിട്ട്. അപ്പൊ ആ കുട്ടി ഇതിന്റെ അകത്ത് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇതിന്റെ അകത്ത് ഈ നിങ്ങൾ ഈ ഇതിനൊരു പ്രോസസ് ഉണ്ടല്ലോ അല്ലേ? അതായത് ഈ ഓർഡർ എടുക്കുന്ന, എന്നിട്ട് അവിടെ പോയിട്ട് ഈ പ്രോഡക്റ്റ് നിങ്ങളെ കയ്യിലോട്ട് തരുന്ന, അതിന് പ്രോസസ് ഉണ്ടല്ലോ. നിങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ എന്തൊക്കെ പറഞ്ഞു അല്ലേ? നടന്ന് നമ്മൾ പർച്ചേസ് ചെയ്തു. അവിടെ നിങ്ങൾ നടന്ന് ഈ സാധനം നിങ്ങൾ പർച്ചേസ് ചെയ്യണം ആദ്യം, എന്നിട്ട് പിന്നെ എത്ര ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പിന്നെ തിരിച്ചു വെക്കാൻ പറ്റത്തില്ലെന്ന് അങ്ങനെ എന്തൊക്കെയുണ്ട്? തിരിച്ചു വെക്കാൻ പറ്റത്തില്ല. നമ്മൾ അത് കച്ചവടം, അതായത് ഇപ്പൊ ചിലവർ പറയും ഇന്ന ഡ്രസ്സ് വേണം, ചിലപ്പോ ആ കസ്റ്റമർ ചിലപ്പോ എടുക്കണമെന്നില്ല, ചിലപ്പോ അവര് ആ ടൈമിൽ ചിലപ്പോ അവരുടെ കയ്യിൽ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ ചിലപ്പോ ചില ടൈമുകളിൽ അങ്ങനെയാണ്, ചില കസ്റ്റമേഴ്സ് വേണ്ടെന്ന് പറഞ്ഞു വെക്കും. ഈ കളറ് എനിക്ക് മറ്റേ കളറായിരുന്നു ഇഷ്ടം, അതില്ലല്ലോ എന്നോർത്തിട്ട് ചിലവര് പറയും വേണ്ടാന്ന് വെക്കും. വേണ്ടാന്ന് വെക്കുമ്പോ ഇത് പിന്നെ അവിടെ നിന്ന് ആ മേശപ്പുറത്ത് നമ്മുടെ കയ്യിലായല്ലോ, പിന്നെ അത് അവര് അവിടെ തിരിച്ചു വെക്കാൻ സമ്മതിക്കില്ല. അതൊക്കെയാണ് അവിടുത്തെ നിയമങ്ങൾ. അവിടെ തിരിച്ചു നമ്മൾ അവിടെ സെയിൽ ചെയ്തേ പറ്റുള്ളൂ. അപ്പോഴും നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്ത് അങ്ങനെയാണ് താമസിക്കുന്നത്. ലേറ്റ് ആവുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അതാണ്. അപ്പോഴും ലേറ്റ് ആയി വീണ്ടും അവിടെ നിൽക്കണം. അവിടെ നിന്ന് നമ്മൾ ഇത് പർച്ചേസ് ആവുന്നവരെ എന്നിട്ടാണ് ഇത് ബില്ല്. ഇതിന്റെ അകത്ത് വേറെ ട്രിക്കും കൂടെ ഉണ്ട്. സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ 3 ലക്ഷം രൂപയുടെ ബിസിനസ് ഒരു മാസം നടത്താൻ നേരത്താണ് നിങ്ങൾക്ക് 10% കമ്മീഷൻ കിട്ടുന്നത്. 10% കമ്മീഷൻ. അതായത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ 3 ലക്ഷത്തിന്റെ ഈ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ നിന്ന് ആ ടൈമിലാണ് പറയുന്നത്. അപ്പോഴും അതുവരെ എന്ന് പറയുന്നത് ഈ 10% തന്നെയായിരുന്നു ഇത്. അപ്പൊ അവർക്ക് ബിസിനസ് കൂടി, ഒരുപാട് ബിസിനസ് ആയി വന്ന്, എന്നിട്ട് അതുകൊണ്ട് അങ്ങനെ റീസൺ പറഞ്ഞു. അതുകൊണ്ടാണ് ഇനി നമ്മൾ 3 ലക്ഷത്തിന്റെ ബിസിനസ് ഒപ്പിച്ചില്ലെങ്കിൽ 5%, 3 ലക്ഷം കടന്ന 10% തരുള്ളൂ. സാധാരണ ഒരു ബിസിനസ് ഡെവലപ്പ് ആയി വരുമ്പോഴത്തേക്ക് 3 ലക്ഷത്തിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ, അതായത് 2,999,000 ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടത്തില്ലെന്ന് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു. 5%. അതായത് ഇപ്പൊ ഒരു കുർത്തി, ഒരു 499 കുർത്തി വിൽക്കുമ്പോ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 49 രൂപയാണ് ഒരാൾക്ക് കിട്ടുന്നത്. ആ 49 രൂപയുടെ പകുതിയെ കിട്ടുള്ളൂ ഒരു ഇത് വിൽക്കും. അതായത് 10 എണ്ണം വിൽക്കുമ്പോ നമുക്ക് കിട്ടിയിരുന്ന പൈസ 1000 രൂപയാണെങ്കിൽ ആ സ്ഥാനത്ത് നമ്മൾ 20 കുർത്തി വിൽക്കേണ്ടി വരും 1000 രൂപ ആക്കാൻ വേണ്ടിയിട്ട്. അതെ. ഇനി വേറൊരു കാര്യമുണ്ട്. ഈ 499 രൂപയുടെ ഈ കുർത്തി എന്ന് പറയുന്നത് അത് പ്ലസ് GST ആണ്. അപ്പൊ ഏകദേശം 500 സംതിങ് രൂപ വരും.
ഈ ജി എസ് ടി പ്ലസ് എന്ന് പറയുന്ന ഈ ജി എസ് ടി വന്നതിന് ശേഷമാണ് ഈ ജി എസ് ടി പ്ലസും കൂടെ വന്നത്. ജി എസ് ടി നേരത്തെ ഉണ്ട്. ഇവര് പിന്നെ മറ്റവർ റെയ്ഡ് ചെയ്തതിനു ശേഷമാണ് പിന്നെ ജി എസ് ടി അവർ ഇടാൻ തുടങ്ങിയത്. പക്ഷെ ജി എസ് ടി അവിടെ ഉണ്ട്. റെയ്ഡ് ചെയ്ത ടൈമില് പുള്ളിക്കാരൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിന്റെ കണക്ക് അവിടെ എത്രയോ കോടി, വലിയൊരു ഭീമമായ പൈസയാണ്. അതിന്റെ കണക്ക് എവിടാന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ജി എസ് ടി അടയ്ക്കണമെന്ന് എന്നാണ് ജി എസ് ടിക്കാരോട് പറഞ്ഞ റീസൺ. അപ്പൊ ചാരിറ്റി അക്കൗണ്ട് എനിക്കും അതിന്റെ ഡീറ്റെയിൽ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തോ ചാരിറ്റി അക്കൗണ്ടോ അങ്ങനെ എന്തോ അങ്ങണ്ടൊക്കെ ആണ്. അപ്പൊ അത് വഴി എടുക്കുമ്പോ എന്തോ ടാക്സിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ അങ്ങനെ അതൊക്കെ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ചാരിറ്റി അക്കൗണ്ട് എന്ന് പറയുന്നത്. എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ഇത് ആ പുള്ളി നടത്തുന്നത് ചാരിറ്റിയാണ്. അതായത് പെൺകുട്ടികൾക്കെല്ലാം മറ്റേ ജോലി കൊടുക്കുന്ന ചാരിറ്റിയാണ് പുള്ളി നടത്തുന്നത്. അത് മാത്രമല്ല ഇവരെന്തോ ഒരു വർഷം 12 പേരുടെ കല്യാണം നടത്തും, അങ്ങനെ നടത്തുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. എനിക്ക് പറഞ്ഞുകൂടാ, ഞാൻ ഏത് മാസം ഒന്നും അറിയത്തില്ല. അങ്ങനെയൊക്കെ നടത്തിയൊന്നും എനിക്കറിയത്തില്ല. ജനുവരി നടത്തുമെന്നേ പറഞ്ഞോളൂ. ഏത് വർഷം അപ്പൊ ഇനി സമയമുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടായിരിക്കും. പിന്നെ അവര് അതേ കണക്കിന് കോമ്പറ്റീഷൻ വരിക, 100 പേർക്ക് കുർത്തി അങ്ങനെ എന്തോ ഉണ്ട്. അത് 5 പേരെ കൊടുത്ത് ഒഴിവാക്കി. അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ എന്തൊക്കെയുണ്ട്, അങ്ങനെ എന്തൊക്കെ കുറെ ഉടായ്പകളുണ്ട്, അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ഇത് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഈ നടന്ന് ഈ സാധനം എടുക്കുന്നതിന്റെയും ഈ നടന്ന് ചില ആൾക്കാര് ഈ സീനിയേഴ്സ് ആയിട്ടുള്ള ചില ആൾക്കാര് 2 പ്രോഡക്റ്റ് ഒക്കെ എടുക്കും. ഒരു പ്രോഡക്റ്റ് എടുക്കുന്ന സ്ഥലത്ത് 2 പ്രോഡക്റ്റ് അവരുടെ അടുത്ത് കയ്യിൽ വെക്കും. ഇങ്ങനെ എടുത്ത് കൈ വെക്കും. അപ്പൊ ഇത് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ 3 ലക്ഷം ടാർഗറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത്ര രൂപയും കൂടെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം. ഇത് നിങ്ങളെ സമ്മതിക്കത്തില്ല. അവര് സമ്മതിക്കത്തില്ല. അതിന് വേണ്ടിയിട്ട് അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ കാര്യം പറയട്ടെ. ഇപ്പൊ ഒരു 500 കുർത്തിയാണ് അവര് കൊണ്ടുവരുന്നത്. ഇവിടെ ട്രെയിനീസ് ആയിട്ടും പിള്ളേരായിട്ടും ഒരുപാട് പിള്ളേരുണ്ടല്ലോ. ഇവർ വീണ്ടും വീണ്ടും പിള്ളേരെ വിളിച്ച് കൂട്ടുകയാണല്ലോ. അതിനനുസരിച്ച് അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടുന്നില്ല, ഡ്രസ്സിന്റെ ക്വാണ്ടിറ്റി കൂട്ടുന്നില്ല. ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ ഒരു 10 പേര് കച്ചവടം നടത്തി ഇത് പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ ഒരു 15 പേരാകുമ്പോ പിന്നെ ആ 15-1 ഒരാൾക്ക് കിട്ടുള്ളൂ. ഒരാൾക്ക് ഇപ്പൊ ഒരു 6 കുർത്തി ഇപ്പൊ എനിക്ക് എടുക്കാൻ പറ്റും. അത് ഒരേ റൗണ്ട് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ 6 കുർത്തി എനിക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ വീണ്ടും പുതിയതായിട്ട് 2 പേരും അവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ പിന്നെ അവരെയും കൂടെ കഴിഞ്ഞിട്ട് അവരുടെ ചാൻസും കൂടെ കഴിഞ്ഞിട്ടല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് സംഭവം. അപ്പോഴേ ഇവരിങ്ങനെ ആളിനെ കൂട്ടുന്നത് അവിടെ ഓരോരുത്തരുടെ സാലറി കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആളിനെ കൂട്ടുന്നത്. എനിക്കറിയത്തില്ല, ഇതാണ് സംഭവം. സാലറി അല്ല, അതിന്റെ ടെക്നിക്ക് ഇതാണ്. അതായത് നിങ്ങളെ ഈ 30% എത്തിക്കാതെ അവര് നോക്കും. അപ്പൊ നിങ്ങൾക്ക് 5% തന്നാൽ മതി. നിങ്ങൾക്ക് 5% നിന്ന് അവർക്ക് ഈ കോഷൻ ഡെപ്പോസിറ്റ് പിടിക്കണം. അത് പിടിക്കണം. പിന്നെ 10,000 രൂപ. പിന്നെ മറ്റേ 5,700 രൂപ മറ്റത് പിടിക്കണം. 5,600. പിന്നെ നിങ്ങളെ ഫൈന്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? നിങ്ങൾക്ക് കയ്യിൽ പിന്നെ ഒരു ഉണ്ടയില്ല. ഇല്ല. അതാണ് ഇതിന്റെ അകത്ത് കളി. മൈനസ് ആയിരിക്കും ചിലപ്പോ സാലറി. ചിലപ്പോ സാലറി ഇല്ലാതെ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. അടുത്ത മാസം നിന്ന് കട്ട് ചെയ്യും. ഇതാണ് അവിടെ നടക്കുന്ന സംഭവം. യഥാർത്ഥത്തിൽ ഈ തുണി വിൽക്കുന്നതിന്റെ അല്ല ബിസിനസ് നടക്കുന്ന. നിങ്ങൾ അതിന്റെ അകത്ത് ഈ സാധനം തിരിച്ചു പിടിക്കുന്നത്, നിങ്ങൾക്ക് വരുന്ന കമ്മീഷൻ തിരിച്ചു പിടിക്കും. നിങ്ങളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നു, നിങ്ങൾ സാധനം വെക്കുന്നു, അതൊരു സൈഡ്. എന്നിട്ട് അതിന്റെ കമ്മീഷൻ നിങ്ങളെ കയ്യിലോട്ട് വരുന്നു. അത് തിരിച്ചു പിടിക്കുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ ബിസിനസ്. അതിനാണ് ഏറ്റവും വലിയ പൈസ ഉള്ളത്. കാരണം വെച്ചാൽ ഓരോ ആഴ്ചയും ഇപ്പം പിള്ളേർ ചേരുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ മൊബൈല് കയ്യിലുണ്ട്. മറ്റേ ഫ്രണ്ട് എന്താണ് മൊബൈൽ കയ്യിലുള്ള കാരണം ആ മൊബൈൽ ഇങ്ങനെ വിറ്റോണ്ടിരിക്കും. ആ വിറ്റോണ്ടിരിക്കാത്ത ഒരു മൊബൈലിൽ നിന്ന് തന്നെ അവര് 10 പേരൊക്കെ അടുത്ത 10 പിള്ളേർ എടുക്കാത്ത ആ ഒരേ മൊബൈൽ റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 1 ലക്ഷം രൂപയായി. കാരണം പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു ഉണ്ടയും ചെലവായിട്ടില്ല. പുള്ളിക്ക് ഇങ്ങോട്ട് കിട്ടിയത് 1 ലക്ഷം രൂപ, ഒരൊറ്റ മൊബൈൽ. 1 ലക്ഷം രൂപ. അത് നല്ലൊരു പൈസ. അതിനാണ് ഇവർ ഈ മുദ്ര പേപ്പർ മേടിച്ച് എഴുതിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തുവാണ് നമ്മൾ അവിടെ നിന്ന് ഇപ്പൊ അവര്
ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഫോൺ നമുക്ക് തിരിച്ചു തരും. ഒരു വർഷം അവിടെ ഒരു വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ലാതെ അവിടെ നിൽക്കുകയാണെങ്കിൽ ഫോൺ തിരിച്ചു തരും. അവർക്ക് തോന്നിയാ തരും എന്നാണ് പറഞ്ഞത്. അവർക്ക് തോന്നണം എങ്കിൽ തരും എന്നൊക്കെയാണ് പറഞ്ഞത്. അവർക്ക് ആ തോന്നൽ ഉണ്ടാവൂല, അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് അവരില്ലാത്തൊരു കാരണം എടുത്ത് തലയിൽ വെച്ച് തരും. നമ്മുടെ കൊള്ളില്ല. എല്ലാ മാസവും ഈ കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ട് കേട്ടോ. എല്ലാ മാസവും, ഒരു മാസമല്ല, എല്ലാ മാസവും കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ട്. ആ കോഷൻ എല്ലാ മാസവും അത് എടുക്കുന്നതിന്റെ നിരക്ക് തീരുമാനിക്കുന്ന അവരാണ്. അത് നമ്മുടെ സാലറി അനുസരിച്ചിരിക്കും. ഇപ്പൊ ഒരു 40,000 രൂപ 5,000, 10,000, 15,000 ഒക്കെ പിടിക്കാറുണ്ട്. ഉണ്ട്. ഇപ്പൊ ഒരു 40,000 രൂപ കിട്ടുന്ന സാലറി കിട്ടുന്ന ആളുടെ വേണമെങ്കിൽ 10,000 പിടിക്കാമല്ലോ. നിന്റെ അത്ര പിടിച്ചാൽ എന്ത്, നിനക്ക് ഇത്രയും സാലറി കിട്ടിയില്ലേ എന്നാണ് ആ ഒരു മനോഭാവമാണ്. നിനക്ക് 40,000 രൂപ ഉണ്ടല്ലോ, പിന്നെ നിനക്ക് എന്താ അത് കൊടുത്തൂടെ എന്നാണ്. അതിന് നമ്മളിപ്പോ 15,000 പിടിച്ചു വെച്ച് 2 മാസം ആവാൻ നേരത്തെ 2-3 മാസം വേണ്ട 10,000 വെച്ച് തന്നെ കണക്കൂട്ടി. എനിക്ക് എളുപ്പമുണ്ട്. 10,000 രൂപ വെച്ച് തന്നെ കണക്കൂട്ടി 10 മാസം ആവാൻ നേരത്തെ 1,00,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് അവരെ കയ്യിലുണ്ട്. 11ാമത്തെ മാസം നിങ്ങൾ പിരിഞ്ഞു പോവുകയാണ്. അപ്പൊ അവര് പറയും 90 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്കെതിരെ കംപ്ലൈന്റുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചു തരാം. 90 ദിവസം തിരിച്ചു വരുമ്പോ ഉള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോ ഒരു കുട്ടി ഇതുപോലെ വന്നൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് 2 മാസത്തെ സാലറി കൊടുക്കാനുണ്ട്. അപ്പൊ അതായത് 2 മാസം സാലറി കൊടുക്കാൻ ഉള്ളപ്പോഴാണ് കുട്ടി നിർത്തിയിട്ട് പുള്ളിയുടെ അടുത്ത് പുള്ളി അവരുടെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ 2 മാസം കഴിഞ്ഞ് വരാനെന്നാണ് പറഞ്ഞത്. 2 മാസം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പുള്ളി പറയാ എന്തുവാണ് പൈസ വേണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോ പറഞ്ഞതാണ് ഒരാൾക്കേ തരുള്ളൂ എന്ന് പറഞ്ഞു. ആ ഒരാൾക്ക് അതും ആ കംപ്ലീറ്റ് പൈസ കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവര് നിർബന്ധം പറഞ്ഞ് പൈസ വേണം എന്ന് പറഞ്ഞ് നിന്നപ്പോഴ് പ്രാവിയതാണ്. ഞാൻ അവിടെ കേട്ടതാണ്. എന്തുവാണ് നിന്റെ വീട്ടിലുള്ള നിന്റെ ഭർത്താവിന്റെ തല ഇടുത്തി വീഴുമെന്നാ പറഞ്ഞത്. ഇടുത്തി വീഴട്ടെ, ഈ പൈസയും കൊണ്ടുപോയി നീ രക്ഷപ്പെടൂലേടി. ഇതൊക്കെയാണ് ആ ഒരു രീതിയിലാണ് പറയുന്നത്. അല്ല പ്രാക്ക് ഇന്നലെ മറ്റേ ആ ചെറിയ പെങ്കൊച്ചുണ്ടല്ലോ, പ്രാക്കാണ് പുള്ളിയുടെ മെയിൻ പ്രാഗിയുണ്ടല്ലോ ഇന്നലെ. ഞാൻ അത് കണ്ടില്ലായിരുന്നു. ഞാൻ അതിങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അത് കണ്ടില്ലായിരുന്നു. കൺമണിയെ പ്രാഗിയിട്ടുണ്ട്. കൺമണിയുടെ അടുത്ത് പറഞ്ഞ ക്യാൻസർ ഒക്കെ വരും, പിന്നെ വണ്ടിയൊക്കെ ഇട്ട് ചാവും. ഇതേപോലെ തന്നെയാണ് പ്രാവുന്നത്. പുള്ളിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ് പ്രാവുന്നത്. ആ ചെറിയ കൊച്ചിന്റെ അടുത്ത് പറയുന്നേ അവർക്ക് എന്തും ഭീഷണിപ്പെടുത്തി ഇത് ചെയ്യാൻ പറ്റും എന്നാണ് അവര് പറയുന്നത്. അവരുടെ ആ ഒരു ഭീഷണിയാണ് അവര് ചാലഞ്ച് ചെയ്യുന്നത്. ഭീഷണിയില് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷേ ഇതെല്ലാം കേട്ട് എനിക്ക് കണ്ണോടച്ച് നിൽക്കേണ്ടി വന്നേനെ. അവിടെ നിൽക്കുമായിരുന്നെങ്കിൽ. ഇത് തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ. അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളുടെ മൊത്തം അവസ്ഥ. അത് തന്നെയാണ്. പിന്നെ ഇവര് താങ്ങി നിൽക്കുന്ന ഇവര് താങ്ങി നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അവര് അവിടെ തന്നെ നിൽക്കൂന്ന് അവർക്ക് അറിയാം. അല്ലെങ്കിൽ അവരെ പിടിച്ചു നിർത്താനും വേണ്ടി അവർക്ക് അവിടെ എന്തെങ്കിലും കാണുമായിരിക്കും. അല്ലാതെ എനിക്കൊരു കാരണമായിട്ട് തോന്നുന്നില്ല. അതിനുള്ളൊരു കാരണം അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് അവിടെ നിൽക്കുന്നതിന്റെ റീസൺ. ഇതിന്റെ അകത്ത് അതായത് ചേട്ടാ, ഇപ്പോ വീട്ടിൽ അച്ഛന് വയ്യ എങ്കിലോ അമ്മയ്ക്ക് വയ്യ എങ്കിലോ കുഞ്ഞിന് വയ്യ എങ്കിലോ അവർ ലീവ് എടുക്കാൻ സമ്മതിക്കില്ല. ഇല്ല, സമ്മതിക്കില്ല. പിന്നെ മുരൽ ആർട്സ് ഇട്ടിട്ടുണ്ട്. സത്യമാണ്, ഞാനും അവിടെ വർക്ക് ചെയ്തതാണ്. ഓക്കെ. സോന, ജാൻമണിയുടെ മറ്റേ ബിഗ് ബോസിന്റെ പുറത്തുള്ള വെർഷനാണ് അണ്ണൻ. പ്രാക്കാണ് മെയിൻ. പ്രാക്കാണ് മെയിൻ. സത്യം. പ്രാവെന്ന് പറഞ്ഞാൽ അമ്മാതിരി രീതിയിലാണ് പ്രാവുന്നത്. നമ്മുടെ അവിടെ നിൽക്കുന്ന പിള്ളേരെ ആയാലും ആരെ ആയാലും അങ്ങനെ തന്നെയാണ്. വേറെ എവിടെ കേട്ടിട്ടുണ്ട്? ഒരു വോയിസിന്റെ അകത്ത് തന്നെ കേട്ടിട്ടുണ്ട്. വേറെ എന്തോ സാധനം പുള്ളി പറയുന്നത്. രണ്ട് കുട്ടികൾക്ക് മറ്റേ ഇത് കൊടുക്കുന്നതാണോ? അല്ലല്ല, അവിടെ ഇപ്പൊ ഒരാൾ ചോദിച്ചേക്കെന്ന് വെച്ചാൽ അവിടെ എത്ര ജോലിക്കാരുണ്ടെന്ന് ടോട്ടല്?
ടോട്ടല് ഞാൻ നിന്ന ടൈമിലൊരു ഒരു 10-35 പിള്ളേരുണ്ടായിരുന്നു നമ്മൾ ഉൾപ്പെടെ അതിനകത്ത്. ഞാൻ അവിടെ അത് അവിടെ തന്നെ നിൽക്കാനുള്ള സ്ഥലമൊന്നുമില്ല. അതാണ് ഞാൻ സ്ഥലത്തിന്റെ കാര്യം ചോദിക്കാനായിട്ടാണ് പിന്നെ വന്നത്. ഓക്കെ, ഞാൻ ഇതിന്റെ ഈ ബബ്ലുവിന്റെ കമന്റ് അയച്ചോട്ടെ. ഞാൻ അവിടെ വർക്ക് ചെയ്ത ടൈമിൽ സുപ്രിയ എന്ന ചേച്ചിയുടെ കുഞ്ഞിന് വൈറൽ ഫീവർ ആയതുകൊണ്ട് ലീവ് എടുത്തു. അതിന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അയാൾ വഴക്ക് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി ഇവിടെ തുടരാൻ പറ്റില്ല, വീട്ടിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ കണ്ണാ ചേട്ടാ, ആ പെങ്കൊച്ചിനോട് അവിടെ ജോലി ചെയ്യണ ആ കിളി എന്ന് വിളിക്കുന്ന പെങ്കൊച്ചിനെ കുറിച്ച് ചോദിക്കുക. ഈ കിളി എന്ന് പറഞ്ഞ ആരാണ്? അപ്പോഴേ ഇവരൊക്കെ കിളിയാണോ? കിളി എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ അസിസ്റ്റന്റ് ആണ്, അതായത് അടുത്ത് നിൽക്കുന്ന ആള്. അതാണ് അച്ചു മാഡത്തിന്റെ അടുത്ത് നിൽക്കുന്ന ആളാണ്. വലങ്കൈ തന്നെ. അവർക്കൊക്കെ എന്താണോ ചെയ്യാം അവിടെ, ഒരു പ്രശ്നമില്ല. അവര് ഇപ്പൊ കച്ചവടം നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് എങ്ങനെ വേണോ നിൽക്കാം. കേട്ടോ, ഞാൻ കട്ടായിട്ട് തിരിച്ചു കയറാം കേട്ടോ, കട്ടായിട്ട് തിരിച്ചു കയറാം. ഇത് 1 മണിക്കൂർ കഴിയുമ്പോൾ കട്ടായി പോലെ കട്ടായിട്ട് തിരിച്ചു കയറാം. ലേബർ നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യാം, പക്ഷെ വേറെ മറ്റത് കണക്ക് അത്ര ഈസി അല്ല. കാരണം അവര് ഇതല്ലാത്ത കാരണം, എംപ്ലോയീസ് അല്ലാത്ത കാരണം. സൗണ്ട് ഓക്കെ അല്ലേ ഇപ്പൊ? ഇപ്പൊ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ അതൊന്ന്. പിന്നെ ആ സ്ഥലത്തിന്റെ കാര്യം എന്താണ്? സ്ഥലം നിങ്ങളാ ഈ സ്ഥലം എന്ന് പറഞ്ഞാ എന്തുവാണ്, ഒരു 20 പേർക്ക് അവിടെ ഒരു കസേരയിട്ട് ഇരിക്കാവുന്ന സ്ഥലമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ആ ഒരു സ്ഥലത്തിലാണ് അവര് 4000, 250, 400 വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ ആളിനെ വരുത്തുന്നത്. അതായത് ഇന്നലെ മറ്റേ നമ്മളെ ഷെഫീന ചേച്ചിയുടെ ഒരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞു അവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞു. കാരണം ആ കാണുന്നൊരു മഞ്ഞ സ്പേസ് ഇങ്ങനെ അടിച്ചേക്കുന്ന എപ്പോഴും സ്പേസേ ഉള്ളൂ. അത് അവരെ വീടിന്റെ ആ ഒരു സൈഡില് ഇത് ചെയ്ത് ഷെഡ് കെട്ടിയെടുത്തേക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിന്റെ വേറെ സ്ഥലത്തൊക്കെ വേറെ കുറച്ച് സ്പേസ് ഒക്കെ അടിച്ചിട്ടോ. എനിക്ക് തോന്നുന്നു അവിടെ ഇന്റർവ്യൂ നടത്തുന്ന സ്ഥലത്താണെന്ന് ഈ കസേര ഇട്ടേക്കുന്നത്, അതായത് ഈ ബാക്ക് ചാരാൻ പറ്റുന്ന കസേര ഇട്ടേക്കുന്നത്. അത് അവിടെയാണ് മുകളില്, അതായത് 3ാമത്തെ നിലയിലാണ്. അതെന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഈ ട്രാക്കിങ്ങും പാക്കിങ്ങും ഇതെല്ലാം ചെയ്യേണ്ടത് അവിടെയാണ്. അവിടെ ഇരുന്ന് വേണം ചെയ്യാനായിട്ട്. ഇവിടുന്ന് താഴേന്ന് ബില്ല് ചെയ്ത് മുകളിൽ കയറണം. അങ്ങനെയാണ് സംഭവം. അപ്പൊ ഇതിന്റെ സൈഡിൽ കൂടെ നേരെ നിങ്ങൾ ചെലവഴിക്കുന്നത് ആ കാണുന്ന ആ മഞ്ഞ കളർ റൂമിന്റെ അകത്താണ്. മഞ്ഞ കളർ, അതായത് ഒരു 1.5-2 മണിക്ക് ഇതിന്റെ മുകളിൽ കയറാൻ പറ്റൂ. ഇതെല്ലാം കഴിഞ്ഞ് ബില്ലിങ്ങും കഴിഞ്ഞ് മുകളിൽ കയറാൻ ആ ടൈമേ പറ്റൂ. പിന്നെ വീണ്ടും വീഡിയോ അതാണ് അതിന്റെ കള്ളക്കളി എന്ന് പറയുന്നത്. കാരണം കാണിക്കുന്ന ഇവിടെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്, അവരൊക്കെ ഓടിക്കളിക്കാം. അങ്ങനെയാണ് ഇന്നലെ പറഞ്ഞത്. അവരെ വീട്ടിന്റെ അകത്ത് ഓടിക്കളിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്, പക്ഷെ അതങ്ങനെയല്ല. ഓടിക്കളിക്കാൻ പറ്റുന്നില്ലല്ലോ അതിന്റെ അകത്ത്. നമുക്ക് പറ്റത്തില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന ഈ മഞ്ഞ കളറിന്റെ അകത്തല്ലേ നിക്കാൻ പറ്റത്തോടെ? നമ്മൾ അവിടെ നിൽക്കുന്നത്. പിന്നെ അവിടെ ചെന്നിട്ട് വേറെ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് അവിടെ തന്നേക്കുന്ന സ്റ്റൂളാണോ തന്നേക്കുന്നത് അതോ താഴെ സ്റ്റൂളാണ്? അതായത് ഈ മഞ്ഞ സംഭവം ഷെഡുള്ള ഫസ്റ്റ് ഫ്ലോറിലുള്ള ആ സംഭവം എന്ന് പറയുന്നത് അവിടെ സ്റ്റൂളാണ് വന്നിരിക്കുന്നത്. പിന്നെ മുകളില് അല്ലാത്ത ചെയറാണ്, നോർമൽ ചെയർ. ഈ മുകളിൽ ചെയർ കിടക്കുന്ന സ്ഥലത്തല്ലേ ഇന്റർവ്യൂ നടക്കുന്നത്? മുകളിലാണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ നടക്കുന്നത്. എന്നിട്ട് താഴെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മുടെ സോർട്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഈ CV ഒക്കെ സോർട്ട് ചെയ്യുന്നത് താഴെ വന്നിട്ടാണ്. CV സോർട്ട് ചെയ്യുന്നതിന്റെ അകത്ത് CV എടുക്കുന്നില്ല. ഈ വെളുപ്പും കറുപ്പും എന്ന് പറഞ്ഞ സംഭവം അതിന്റെ അകത്ത് ഉണ്ട്. അവിടെ വെളുപ്പും കറുപ്പും ഉണ്ടാന്ന് വെച്ചാൽ അവര് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു മുസ്ലിം കുട്ടിയാണ് ഇപ്പൊ അവിടെ വരുന്നത്. എന്റെ കൂടെ എനിക്ക് വന്നൊരു അനുഭവമാണ്. എന്റെ കൂടെ ഒരു മുസ്ലിം കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി എന്തോ ബ്യൂട്ടീഷ്യൻ കോഴ്സ് അങ്ങനെ എന്തോ കൊണ്ട് കഴിഞ്ഞിട്ട് വന്നൊരു കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ അടുത്ത് എന്തുവാണ് പോയി പഠിച്ചിട്ട് വന്നു അങ്ങനെ എന്തുകൊണ്ട് ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ 2-3 കുട്ടികളുടെ ശ്രദ്ധിച്ച്, ഞാൻ ഒരുപാട് നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. 2-3 കുട്ടികളുടെ, ഒരു കറുത്ത കുട്ടികളുടെ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തുവാണ് അവിടെ ചെല്ലണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അല്ലാത്തവരടുത്ത് പറയും, അതായത് അവരടുത്ത് പറയും വിളിക്കാന്നാണ് പറയുന്നത്. മറ്റവരടുത്ത് പറയും, വരേണ്ടവരടുത്ത് പറയും തിങ്കളാഴ്ച വന്ന് ജോയിൻ ചെയ്തോളൂ എന്ന് പറയും. വെളുത്ത കൊച്ചാണെങ്കിൽ തിങ്കളാഴ്ച ജോയിൻ ചെയ്യാൻ, കറുത്ത കൊച്ചാണെങ്കിൽ തിങ്കളാഴ്ച ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല.
ആ പറ്റത്തില്ല, വിളിക്കാന്ന് പറഞ്ഞു. ഓക്കെ. ഇനി അതേ കണക്കന്നെ മറ്റേ മുസ്ലിം കൊച്ചാണ്, വെളുത്ത കൊച്ചാണ്, സുന്ദരിയൊക്കെ ആണെങ്കിലാ? സുന്ദരി ആയാലും അവര് കഴിഞ്ഞ ആ കുട്ടി അത്യാവശ്യം ഫെയർ ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷെ ആ കുട്ടീനെ അവിടെ നിൽക്കണ്ടെന്നാണ് പറഞ്ഞത്. എടുക്കത്തില്ല. അതിന്റെ റീസൺ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാനും ഇപ്പോഴാണ് അറിയുന്നത് ഈ മുസ്ലിം കുട്ടികളുടെ എടുക്കില്ല എന്ന്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് വേറെ മുസ്ലിം പിള്ളേരും അവിടെ ഇല്ലല്ലോ. അപ്പോഴെനിക്ക് മനസ്സിലായി അതായിരിക്കും. ജാതി നോക്കൂന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്നോട് ചോദിച്ച ഫസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ കുട്ടി നീ ഏതാ ജാതി എന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം ജാതിയാണ്. എന്നിട്ടാണ് സ്ഥലം വരെ ചോദിക്കുന്നത്. എന്നിട്ട് ഈഴവരാണെന്ന് പറഞ്ഞപ്പോഴുള്ള ഒരവസ്ഥയാണ്. എന്തുവാ അത് എന്റെ അടുത്തല്ല പറഞ്ഞത്, എന്റെ കൂടെയുള്ള ഒരു വേറെ കുട്ടിയുടെ അടുത്താണ് പറഞ്ഞ ഈഴവരെ എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ എന്നാണ് പറഞ്ഞത്. ജാതി ചോദിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പൊ ഇതുപോലൊക്കെയുള്ള ഓരോരോ ജോലി വന്നത്. അല്ല, ഓരോരോ രീതികളെ അന്ന് ആലോചിക്കുമ്പോ സത്യം പറഞ്ഞ ഒരുപാട് ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് എന്തോ ക്രൂക്കഡാണ് അവിടെ സംഭവം. അതെ, ഷിജി കറക്റ്റ് ആണ്. ഷിജിക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരെ അവിടെ പോവുക, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഷിജി സുന്ദരിയാണെന്നുണ്ടെങ്കിൽ അവിടെ എടുക്കാം, സുന്ദരി അല്ലെങ്കിൽ പറഞ്ഞു വിടും. എളുപ്പ വഴിയാണ് കണ്ടുപിടിക്കാതെ. അവരുടെ കണ്ണിലെ സുന്ദരി കേട്ടോ, അവരുടെ കണ്ണിൽ സുന്ദരിയാണേ, പ്രത്യേകം ശ്രദ്ധിച്ചോളാം. അവരുടെ കണ്ണിൽ സുന്ദരിയാണെന്നുണ്ടെങ്കിൽ എടുക്കാം, സുന്ദരി അവരുടെ കണ്ണിൽ സുന്ദരി അല്ലെങ്കിൽ എടുക്കത്തില്ല. അല്ലാതെ ഒരു വിദ്യാഭ്യാസം വെച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല അവിടെ നോക്കുന്നതൊന്നും അല്ല. വിദ്യാഭ്യാസം അവിടെ ആവശ്യമില്ലല്ലോ അവരൊക്കെ. ഇല്ല അവിടെ ആവശ്യമില്ല. അവിടെ ആവശ്യമില്ല വിദ്യാഭ്യാസം, അവർക്ക് അവിടെ ആവശ്യമില്ല. അവരൊക്കെ എഴുത്തും വായന ആവശ്യമുള്ള വാട്സപ്പിൽ നോക്കാനൊക്കെ ഉള്ള അത് മതി. അപ്പൊ എല്ലാ അല്ലേ വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന, ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടികളായിരിക്കുമല്ലോ ഇതൊക്കെ കണ്ടിട്ട് പോകുന്നത് അങ്ങോട്ട്. അതെ, അവരൊക്കെ വായിക്കാനും എന്താ എഴുത്ത് എന്തായാലും അറിയാലോ. അവരൊക്കെ അതിന്റെ ആവശ്യമുള്ളൂ. പിന്നെ ഈ സുന്ദരി അതിന്റെ ക്രൈറ്റീരിയ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ കാരണം എന്ന് വെച്ചാൽ റീൽ എടുക്കുന്നത് അവരാണ്, പിന്നെ ബാക്ക്ഗ്രൗണ്ടിലാണ് പെൺകൊച്ചുങ്ങളൊക്കെ എടുക്കുന്നതും അതാണ്. പിന്നെ എന്തോ പുള്ളിക്കാരിക്ക് എന്തൊക്കെ അങ്ങനെയുള്ള നിർബന്ധങ്ങൾ, ലിപ്സ്റ്റിക് ഇടണം. അത് ഇപ്പൊ അവിടുന്ന് അങ്ങനെ ഒരു അവരാദ്യം പറയുന്ന പറഞ്ഞാൽ അത് പറയുന്നതെന്ന് പറഞ്ഞാൽ എവിടെ നിന്നൊക്കെ ആളുകൾ വിളിക്കും, ഫോൺ വിളിക്കും. അതായത് ഇപ്പം വേറെ നാടുകളിൽ നിന്നൊക്കെ ആയിരിക്കും, വനിതകളായിരിക്കും വിളിക്കുന്നത്. അപ്പൊ അവർക്ക് ഇതൊക്കെ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല ഇതായിട്ട് ഒരുങ്ങി നിൽക്കണം എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് ഒരാളും അങ്ങനെ വിളിക്കുന്നത് ഞാൻ കണ്ടില്ല. ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറയും, ഡ്രസ്സിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറയും. അല്ലാണ്ട് വീഡിയോ കോളൊന്നും വിളിച്ചാൽ അതുവരെ ഒരു കോളും ഡ്രസ്സിന്റെ ഫോട്ടോ ചോദിക്കാൻ വേണ്ടി വീഡിയോ കോൾ ചെയ്യും. ഇല്ല ഒരിക്കലും പറയത്തില്ല. അപ്പോഴ് ആ ഫോട്ടോ ആണ് എടുത്ത് ചോദിക്കാൻ. ഞാൻ അവിടെ നിന്ന ടൈമിൽ ആ ഒരു 10-25 ദിവസവും ഞാൻ അവിടെ നിന്ന ടൈമിൽ അങ്ങനെ വന്നിട്ടുള്ളൂ. ഒരു വീഡിയോ കോളും ആരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പുള്ളിക്കാരിക്ക് എന്തോ ലിപ്സ്റ്റിക് ഇടണം, ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ 1000 രൂപയാണ് ഫൈൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ അവിടെ ഉള്ളപ്പോഴും കിട്ടില്ലെങ്കിൽ 1000 രൂപ ഫൈൻ ഇല്ലെന്ന് അവിടെ നിൽക്കുന്ന പിള്ളേരെ കൊണ്ടൊന്ന് പറയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതവിടെ നിൽക്കുന്ന പിള്ളേർക്ക് അത് പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. അത് നിൽക്കുന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ അവർക്കത് പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ അവർക്ക് നാളെ 10,000 ഒരിക്കൽ ഫൈൻ. അത് പറഞ്ഞില്ലെങ്കിൽ അവിടെ നിൽക്കുന്ന മറ്റേ പെണ്ണിന്റെ പേരെന്തായിരുന്നു? മറ്റേ പോസിറ്റീവ് കമന്റ് ഇട്ട അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഗ്ലാഡിസ് അല്ല, ഗ്ലാഡിസിന് വേറെയാണ്. മറ്റേ അതിന്റെ പേര് മറന്നു. സിസിലിയ എന്താ അതിന്റെ പേരെന്തായിരുന്നു? ഫൈനുണ്ടാ? മറ്റേ പെണ്ണിന്റെ പേരെന്തായിരുന്നു? ജോയ്സി. അതെയാണ് ജോയ്സി. ഞാനൊക്കെ ഇറങ്ങിയ ശേഷം വന്ന കുട്ടിയാട്ടോ അത്. ഓക്കെ. ജോയ്സി മറ്റേ ഒരു പോസിറ്റീവ് കമന്റ് ഇട്ട് ജോയ്സി ഇന്ന് അതിന്റെ അകത്ത് ആ വീഡിയോക്കകത്ത് നിന്നുകൊണ്ട് പറയുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ജോയ്സിക്ക് 10,000 രൂപയാണ് ഫൈന്. പിന്നെ എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10,000 അല്ല, എന്നിട്ട് 15,000 രൂപയാണ് ഫൈൻ എന്നുള്ളത് ജോയ്സി. അപ്പൊ ഈ ഫൈൻ തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ജോയ്സ് എന്ത് ചെയ്യണം? ഫൈന് ഒഴിവായി കിട്ടണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് കമന്റ് ഒക്കെ ഇടണം.
പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് ഇടണം. പോസിറ്റീവ് കമന്റ് ഇട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ചേച്ചി നിങ്ങൾ ആക്രമിച്ചപ്പോ ഞാൻ മാത്രം അവിടെ പോയിട്ട് പോസിറ്റീവ് കമന്റ് ഇട്ടിട്ടുണ്ട്, അപ്പൊ എനിക്കൊരു എത്ര രൂപയെന്ന് വെച്ചിട്ട് കുറച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ മിടുക്കിയായിരിക്കും. അങ്ങനെ പറയാം. അങ്ങനെ പറയാം. അങ്ങനെ തന്നെയാണ്. അതാണ് അവിടെ അങ്ങനെ നടക്കുന്നത്. തന്നെയാണ് അത്. അങ്ങനെ തന്നെയാണ്. കാരണം ഇന്ന് ആ വീഡിയോക്കകത്ത് ജോയ്സി പിന്നെ അതേ കണക്ക് തന്നെ ഗ്ലാഡിസ് ഇങ്ങനെയുള്ളവരാണ് ആ ഇത് നയിക്കുന്നത്, ആ സംഭവം നയിക്കുന്നത് അവിടെ. ആണാണ്. അവിടെ കുറച്ച് 2-3 കുട്ടികളുണ്ട്, 10,000 രൂപയുടെ ഫൈൻ ഇട്ട് അത് പിന്നെ 5,000 ആക്കി. ആ ഓക്കെ. അപ്പൊ 5,000-ന്റെ കമന്റ്, 5,000-ന് കമന്റ് ഇട്ട് അപ്പോഴത്തേക്ക് 5,000 കുറഞ്ഞു. ഇനി ഒരു കമന്റ് കൂടെ ഇടുകയാണെങ്കിൽ 5,000 കൂടെ ആവും. 5,000 കൂടെ കുറയും. അപ്പൊ 0. പിന്നെ ഒന്നുകൂടെ ഇട്ട് കഴിഞ്ഞാൽ 5,000 കൂടും. ബോണസ് ആയിട്ട് കിട്ടും. ബോണസ് കിട്ടും. അതെ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ബോണസ് കൊടുക്കാൻ ചാൻസ് ഇല്ല. കാരണം ഫുൾ എയറിലാണ്. അതുകൊണ്ട് ബുക്ക് ബോണസ് കൊടുക്കാൻ ചാൻസ് ഇല്ല. ഫുൾ എയറിലോട്ട് ഇവര് ഇനി വരാതെയൊന്നും ഇരിക്കില്ല. ഞാൻ അന്നും ഞാൻ കമന്റ് ഇട്ടത് ഇതായിരുന്നു, എല്ലാ ഇതിലും ഞാൻ കമന്റ് ചെയ്തത് ഇതായിരുന്നു. അവര് പിറ്റേന്ന് തന്നെ വരുമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഉടനെ തന്നെ വരും, വന്നിട്ട് പറയും മെസ്സേജ് കണ്ട അവര് പൂട്ടി. ഞാൻ പറഞ്ഞ ഒരിക്കലും പൂട്ടത്തില്ല ഇത്. ഇല്ല, അവര് ചെയ്യത്തില്ല. കാര്യം ഇത്രയും പൈസയാണ് അവർക്ക് കിട്ടുന്ന. അവർക്ക് വലിയ അധ്വാനങ്ങളില്ലാണ്ട് വെറുതെ കണക്കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ, വെറുതെ ഒരു ഇല്ലാതെ കണക്കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മാസം അവർക്ക് ഒരു 50 ലക്ഷം രൂപ അവർക്ക് പ്രോഫിറ്റ് മാത്രം കിട്ടും. മാസം 50 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അവർക്ക് റഫായിട്ട്. അത് 1 കോടി വരെ പോവാ. നിങ്ങൾ കറക്റ്റ് ആയിട്ട് കണക്കൂട്ടി പോയി. 1 കോടിക്ക് പുറത്തുള്ള അവിടെ അല്ല, 1 കോടിക്ക് പുറത്തുള്ള ഇതും കണക്കുകളും ഉണ്ട് അവിടെ. 1 കോടിക്ക് പുറത്തായിട്ടുള്ള മാസങ്ങളും ഉണ്ട്. അപ്പൊ അതായത് ഒരു വീഡിയോ സാലറി, നിങ്ങളുടെ സാലറി അല്ലല്ലോ കമ്മീഷൻ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് 1 കോടിയുടെ പുറത്താണ്. നിങ്ങൾ വെറുതെ കറക്റ്റ് ആയിട്ട് കണക്കൂട്ടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ റഫായിട്ട് പറഞ്ഞാണ് 50 ലക്ഷം രൂപയെങ്കിലും ഒരു മാസം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കിട്ടുന്ന ഒരു ബിസിനസ് അവർ മതിയാക്കും. മതിയാക്കത്തില്ലെന്ന് മാത്രമല്ല, അവരിപ്പോ ബിസിനസ് ചെയ്തോട്ടെ. പക്ഷെ അവർ ഈ പാവം പെൺകുട്ടികളെ ഇങ്ങനെ വിളിച്ചിട്ട് അവർക്ക് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവരെ വരുത്തി ഇങ്ങനെ ഇത്രയും വിഷമിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അല്ല, ഇവര് ബിസിനസ് ചെയ്യുന്നുണ്ട്. ബിസിനസിന്റെ അകത്ത് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത്. ഇതിന്റെ അകത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് ചെയ്യുന്ന ബിസിനസിന്റെ അകത്ത് ഇവരുടെ ഏറ്റവും വലിയ വരുമാനം ഈ തുണി വിറ്റ് മറ്റത് പോണതൊന്നുമല്ല. ഈ കമ്മീഷൻ തിരിച്ചു വരുന്ന, നിങ്ങൾക്ക് ഈ ഇവർക്ക് കൊടുക്കുന്ന കമ്മീഷന്റെ അകത്ത് നിന്ന് തിരിച്ചു പിടിക്കുന്നതിന്റെ അകത്താണ് അവരുടെ ഏറ്റവും കൂടുതൽ രൂപ ഇരിക്കുന്നത്. അതിലാണ് ഏറ്റവും കൂടുതൽ പൈസ ഇരിക്കുന്നത് അവരുടെ. അതേ കണക്ക് തന്നെ ഈ ഫോൺ ബിസിനസ്, പിന്നെ അതേ കണക്ക് തന്നെ അവർക്ക് ആ കമ്പനിയായിട്ട് ചിലപ്പോൾ ടൈപ്പ് കാണും. അതായത് കമ്പനിയുടെ ഏജന്റുമാര് കാണും. ഈ കമ്പനിയിൽ ഇത്ര മൊബൈൽ ഫോൺ ഇവരിങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, അതും കിട്ടും, ആ പൈസയും കിട്ടും. അങ്ങനെ എത്ര സാധനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പെട്ടെന്ന് നിർത്തത്തൊന്നുമില്ല അവര്. അത് ഫുള്ള് പൈസ അങ്ങനെ വന്നവരൊക്കെ ശീലമായിരിക്കണത്. അത് നിർത്താൻ ഒരു ചാൻസും ഇല്ലാത്ത സാധനമാണ്. നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന ആയിരുന്നത് കുഴപ്പമില്ല. ഇത് നല്ല രീതിയിലല്ല ചെയ്യുന്നത്. ഇത് ഫുള്ള് ചെയ്യുന്നത് അത് ഈ പെൺകൊച്ചുങ്ങളെ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ സംഭവമാണ് ഇത്. ഇപ്പൊ അവിടെയുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാവും. അവിടെ ഫൈനാണ്, നമുക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല, നമ്മൾ അറിയില്ല ഫൈൻ ഇടുന്നത്. അത് ഇന്നലെ വേറെ ആരൊക്കെ പറഞ്ഞത്. ചിലപ്പോ അപ്പുറത്തിരിക്കാത്ത നമ്മള് ചിലപ്പോ തുണിയുടെ കാര്യം ചോദിക്കാനായിട്ടായിരിക്കും അപ്പുറത്തോട്ടൊന്ന് തിരിഞ്ഞ് ചേച്ചിയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ 500 പോയി, ചിലപ്പോ 1000 പോകും. മറ്റേ എഴുതുന്ന ആളുടെ മൂഡ് അനുസരിച്ചിരിക്കും. എന്തായാലും കൊള്ളാം സംഭവം. ഇമാതിരി ബിസിനസ് ഐഡിയ ആരുടെ തലയിൽ വെച്ച ഐഡിയ ആണെന്ന്. പിന്നെ അവര് സ്ഥിരം പറയുന്ന ഒരു ഡയലോഗാണ്, ഞങ്ങൾ പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കുന്നു, പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കുന്നു. നിങ്ങൾ
ആളെ കണ്ടോ പിഴിയുന്ന? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മറ്റേ കണ്ണടച്ച് വെച്ചേക്കായിരുന്നു. ഇതൊക്കെ കേൾക്കുകയും ഇതൊക്കെ കാണുകയൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ണടച്ച് വെച്ചേക്കായിരുന്നു. അപ്പൊ ഒരു കാര്യം, ചേച്ചി ഒരു കാര്യം ചെയ്യാം. മറ്റേ അവിടെ ചെന്നിട്ട് ഇപ്പം എന്താണ് മറ്റേ അവരുടെ പേരെന്തായിരുന്നു പറഞ്ഞ അച്ചുവിന്റെ അടുത്ത് നിന്നിട്ട് ഇന്നലെ അച്ചു പറഞ്ഞിട്ടുണ്ട് 15,000 രൂപയുടെ താഴെ ആരെങ്കിലും ശമ്പളം അല്ല ഈ കമ്മീഷൻ മേടിച്ചെങ്കിലേ അത് സ്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെക്ക് കാണിച്ചു കഴിഞ്ഞാൽ അവരെന്തോ മറയ്ക്കാന്ന് പറഞ്ഞത്. കുറച്ച് ചെക്കുകളും മറ്റേ കമ്മീഷന്റെ സ്ലിപ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ചേച്ചി അതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താലേ. എന്തായാലും ഇവിടെ വരെ വന്നല്ലേ ചിന്നു വിഷ്ണു, ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. നമുക്ക് ഫോൺ മേടിക്കാൻ, അതും അവർ പറയുന്ന ഫോൺ മേടിക്കാൻ നമ്മുടെ കയ്യിലുള്ള ഫോൺ ഒന്നും പറ്റില്ല. അത് അവര് പറഞ്ഞല്ലേ, എന്താണ് റെഡ്മിയാ ഏതാ ഒരു കമ്പനിയുടെ ഫോൺ മാത്രമേ വാങ്ങിക്കാവൂ. പിന്നെ ആ ഫോൺ അവിടെ കൊടുക്കണം. ആ ഫോൺ അണ്ണൻ വീണ്ടും കച്ചവടം ചെയ്യും. അങ്ങനെ 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 മൾട്ടിപ്പിൾ കച്ചവടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഫോണിൽ നിന്ന് തന്നെ 1,00,000 രൂപ ഉണ്ടാക്കാം. അതാണ് ബിസിനസ്. ഒരു ഫോണിൽ നിന്ന് ഒരു 30 പേരുണ്ടെങ്കിൽ 30 ഫോണ് മറച്ച് 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 കുറച്ച് കൊടുത്ത് മതി പുള്ളിക്ക്. ഒരു 30 പേര് ജോയിൻ ചെയ്യുന്ന 30 ഫോൺ അവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്നു. അത് തന്നെയായി നല്ലൊരു എമൗണ്ട്. വല്ലാത്തൊരു രീതിയാണല്ലോ ഇതൊക്കെ. മൾട്ടി ടാസ്ക് എന്ന് പറഞ്ഞാൽ പോരാ. ഇതിന്റെ അകത്ത് അതിന്റെ അകത്ത് അക്കൗണ്ടന്റ് ആരെയാണെങ്കിലും ഉണ്ടെങ്കിൽ അക്കൗണ്ടിനെ ഒന്ന് കാണണം നമുക്ക്. അതാണ് വേണം. അക്കൗണ്ട് അതിന്റെ അവിടുത്തെ അക്കൗണ്ട്സ് നോക്കുന്ന ആളെയാണ് കാണാനുള്ളത്. ഇനി സ്റ്റാഫായിട്ട് നിൽക്കുന്നവർക്ക് നിങ്ങൾ അക്കൗണ്ടിന്റെ ഒഴിവുണ്ട്, പിന്നെ എന്താണ് എക്സിക്യൂട്ടീവ് ഒഴിവുണ്ട്, അങ്ങനെ ഉണ്ട്, വാങ്ങിയുണ്ട്, ചക്കയുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ സംഭവം വരുന്നത്. നിങ്ങൾ അക്കൗണ്ടന്റ് ആണ്, അക്കൗണ്ടന്റിന് വേണ്ടിയിട്ടാണ് അപേക്ഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ച് എക്സിക്യൂട്ടീവാ. കാരണം അവരൊക്കെ അക്കൗണ്ടന്റിന്റെ ആവശ്യമില്ല, പരസ്യത്തിന് വേണ്ടി മാത്രമാണ്. ഇനി മറ്റേ തൊണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയും 8,000 രൂപയാണ് കൊടുക്കുന്നത് എന്ന് പറയും. അതിന് പരസ്യം മറ്റിടത്ത് എന്താണ് 25,000, 30,000, 40,000. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും അത് അക്കൗണ്ടന്റ് ഒക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 8,000 രൂപ. മറ്റേതാണെന്നുണ്ടെങ്കിൽ 25,000 കിട്ടും, 30,000 കിട്ടും, 40,000 കിട്ടും എന്നൊക്കെ പറയും. ഇതൊക്കെ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാനുള്ള പൈസയാണ്. അവരിങ്ങോട്ട് തരുന്ന പൈസയല്ല, നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാനുള്ള പൈസ. അപ്പൊ എന്തായാലും കൊള്ളാം.